നമസ്കാരം. യുദ്ധമാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ വലിയ സൈനിക ആക്രമണം ആരംഭിച്ചതോടെയാണ് ഈ യുദ്ധം. ഇറാൻ്റെ ആണവശേഷിയും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് നടന്ന ഈ ആക്രമണത്തിൽ ഇറാൻ്റെ പരമോന്നത നേതാവ് അയതൊല്ല ഖൊമേനിയുടെ കൊട്ടാരത്തിനടുത്തുള്ള സമുച്ചയം വരെ ലക്ഷ്യമാക്കിയിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഈ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ശക്തമായ തിരിച്ചടിയാണിപ്പോൾ നൽകുന്നത്. ഇസ്രായേലിനെയും മാത്രമല്ല ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെയും ഇറാൻ ലക്ഷ്യമിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചതായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇനി ഒരു രാജ്യത്തിനെതിരായ ആക്രമണമല്ല. ഇറാൻ നേരിട്ട് അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ തന്നെ വെല്ലുവിളിക്കുന്ന യുദ്ധമായി മാറിയിരിക്കുന്നു. ഗൾഫ് മേഖലയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉള്ളത്. അതേസമയം ദുബായ്, അബുദാബി, ബഹ്റൈൻ, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരും അതിൽ വലിയൊരു വിഭാഗം മലയാളികളും താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബഹ്റൈനിലുള്ള അമേരിക്കൻ 5ാം നാവികസേനയുടെ ആസ്ഥാനം ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടന്നതായും അബുദാബിയിലും കുവൈത്തിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും വിവരങ്ങൾ വന്നു. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. സംഘർഷത്തിൻ്റെ ഗൗരവം ഇതിലൂടെ വ്യക്തമാകുകയാണ്. ഈ യുദ്ധത്തിൻ്റെ ആഘാതം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഗൾഫ് മേഖലയിലെ നഗരങ്ങൾ വരെ യുദ്ധത്തിൻ്റെ ഭീതിയിൽ കഴിയുന്ന അവസ്ഥയാണ്. ഇതിനൊപ്പം മറ്റൊരു വലിയ ആശങ്കയും ഉയരുന്നുണ്ട്. ഇറാനുമായി ബന്ധമുള്ളതായി കരുതപ്പെടുന്ന ഹൂതി, ഹിസ്ബുള്ള, ഹമാസ് എന്നീ സംഘടനകളും ഈ സംഘർഷത്തിൽ സജീവമായി ഇറങ്ങുന്നുണ്ട്. പശ്ചിമേഷ്യ മുഴുവൻ ഒരു വലിയ യുദ്ധഭൂമിയായി മാറാനുള്ള സാധ്യത നിഷേധിക്കാൻ കഴിയില്ല. ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ ഹൃദയഭാഗം തന്നെയാണ് ഗൾഫ് മേഖല. ലോകത്തിലെ വലിയ എണ്ണ വ്യാപാര പാതയായ ഹോർമുസ് കടലിടുക്ക് ഇവിടെയാണ്. യുദ്ധം അവിടെ എത്തുകയാണെങ്കിൽ അതിൻ്റെ ആഘാതം ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലേക്കും വ്യാപിക്കും. എന്നാൽ ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് മലയാളികൾക്കും ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഗൾഫ് മേഖലയിൽ യുദ്ധം വ്യാപിച്ചാൽ അവിടെയുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കും? ഇതോടൊപ്പം മറ്റൊരു രാഷ്ട്രീയ ചോദ്യവുമുണ്ട്. ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യം വെറും സൈനിക നടപടി മാത്രമാണോ? അല്ലെങ്കിൽ ഇറാനിൽ ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള വലിയ രാഷ്ട്രീയ നീക്കം നടക്കാൻ പോവുകയാണോ? അങ്ങനെ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നത് വെറും ഒരു സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല, ലോകശക്തികൾ നേരിട്ടിടപെടുന്ന, ഗൾഫ് മേഖല മുഴുവൻ ബാധിക്കാവുന്ന, ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തികത്തെയും ബാധിക്കുന്ന ഒരു വലിയ സംഘർഷം. അതാണോ, അതിൻ്റെ തുടക്കമാണോ? ചർച്ചയിൽ പങ്കെടുക്കുന്നവർ വിദേശകാര്യ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർ PJ വിൻസെൻ്റ്, AM ഷിനാസ്, ഡോക്ടർ ലിറാർ പുളിക്കലകത്ത് എന്നിവർ. ഏറ്റവും ആദ്യം AM ഷിനാസിലേക്കാണ്. ഷിനാസ്, നോക്കൂ, ഷിനാസിലേക്ക് പോകുന്നതിന് മുമ്പ് ജമാലിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ദുബായിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ജമാലിലേക്ക് എത്തുന്നതിന് മുമ്പ് ഷിനാസിലേക്ക് ഞാൻ ആദ്യമേ വരുന്നു. ഷിനാസ്, യുദ്ധത്തിൻ്റെ സ്വഭാവം ഇപ്പോൾ പറഞ്ഞു വരുന്നതനുസരിച്ച്, ഓരോ മാധ്യമങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നതനുസരിച്ച് എന്താണ് എന്ന് പറയാൻ സാധിക്കില്ല. എന്നാലും പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ യുദ്ധത്തിൻ്റെ തുടക്കം എന്ന് നമുക്ക് പറയാൻ ആകുമോ? ഷിനാസിലേക്ക്. അതെ, ഇത് പശ്ചിമേഷ്യയുടെ ഷേപ്പ് മാറ്റുക, റീഷേപ്പ് ചെയ്യുക എന്ന അമേരിക്കൻ ഇസ്രായേൽ പദ്ധതി, കുറേ കാലമായുള്ള പദ്ധതിയുടെ അവിച്ഛിന്ന ഭാഗമായിട്ടുള്ള യുദ്ധമാണ്. അപ്പോൾ അമേരിക്ക ഗോൾ പോസ്റ്റുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം ട്രംപ് പറഞ്ഞത് എന്താണ്? ഈ വർഷം ജനുവരിയിൽ അവിടെ വലിയ തോതിലുള്ള പണപ്പെരുപ്പവും അത് വർഷങ്ങളായിട്ടുള്ള വിരോധം മൂലവും കഴിഞ്ഞ വർഷത്തെ യുദ്ധം മൂലവും ഇറാനിലെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പണപ്പെരുപ്പത്തിൻ്റെ ഭാഗമായി കച്ചവടക്കാരും വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ തെരുവിലിറങ്ങിയപ്പോൾ ഇറാൻ ഭരണകൂടം അതിനെ കഠിനമായി തന്നെ നേരിട്ടു. അപ്പോൾ ട്രംപ് പറഞ്ഞത്, അന്നത്തെ ഗോൾ പോസ്റ്റ് ഇതായിരുന്നു, അപ്പോൾ ട്രംപ് പറഞ്ഞത് അവരിൽ ആരെയെങ്കിലും വധിക്കുകയോ ആ രീതിയിൽ
ട്രീറ്റ് ചെയ്യുകയോ ചെയ്താൽ ഞങ്ങൾ സൈനികമായി ഇടപെടും. ഞങ്ങൾ ആ ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പിന്നീട് ഗോൾ പോസ്റ്റ് മാറ്റി. 2020 കഴിഞ്ഞ വർഷം ജൂണിൽ അമേരിക്ക തന്നെ, ട്രംപ് തന്നെ പറഞ്ഞത് ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളായ നതാൻസ്, ഇസ്ഫഹാൻ, ഫോർദോ, ഇത് 3ഉം ചരിത്രത്തിൽ ഇന്നേവരെ കാണാത്ത വിമാനങ്ങളുടെ അകമ്പടിയോടെയുള്ള ബോംബാക്രമണത്തിലൂടെ ബങ്കർ ബസ്റ്റിംഗ് ബോംബ് ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കി ഇറാൻ്റെ ആണവശേഷിയെ സമ്പൂർണ്ണമായി നിർമൂലനം ചെയ്തു എന്ന് ട്രംപ് വീരവാദം മുഴക്കി. ഏതാണ്ട് 8 മാസം കഴിഞ്ഞില്ല, അപ്പോൾ പറയുന്നു ഇറാൻ വീണ്ടും ആണവായുധ നിർമ്മാണത്തിൻ്റെ ഉമ്മറപ്പടിയിൽ, വാതിൽപ്പടിയിൽ എത്തിയിരിക്കുന്നു. ഇറാൻ ആണവായുധ നിർമ്മാണത്തിൻ്റെ ത്രഷോൾഡിലാണ് എന്ന് ഇസ്രായേലും അമേരിക്കയും പറയാൻ തുടങ്ങിയിട്ട് 1/4 നൂറ്റാണ്ടായി. ഇറാന് 60% സമ്പുഷ്ടീകരിച്ച യുറേനിയമുണ്ട്. അത് 90% സമ്പുഷ്ടീകരിച്ച യുറേനിയമാക്കാനും അണ്വായുധമാക്കാനും അധിക കാലമൊന്നും വേണ്ട. ഇറാൻ വിചാരിച്ചിരുന്നുവെങ്കിൽ ഒരു 1.5 പതിറ്റാണ്ട് മുമ്പ് തന്നെ അണ്വായുധ ശേഷി ആർജിക്കാമായിരുന്നു, വടക്കൻ കൊറിയ ആർജിച്ച പോലെ. അപ്പോൾ വടക്കൻ കൊറിയയോട് ചർച്ച നടത്തുന്നുണ്ടോ? അവിടെ ആക്രമണം നടത്തുന്നുണ്ടോ? ഇറാന് ആണവായുധങ്ങളില്ല എന്ന് സമ്പൂർണ്ണമായി അറിയുന്നത് കൊണ്ടാണ്, ബോധ്യമുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം ഇതേ കൂട്ടർ ആക്രമിച്ചത്. ഇപ്പോൾ ആക്രമിക്കുന്നത് ഇറാൻ ആണവായുധങ്ങളില്ല എന്ന സമ്പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യം. കാരണം ഈ ആക്രമണത്തിൻ്റെ എന്താണ് ഇവർ പേരിട്ടിരിക്കുന്നത്? ഓപ്പറേഷൻ റോറിംഗ് ലയൺ, ഗർജിക്കുന്ന സിംഹം. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് എന്ന ആ ഭൂമേഖലയിൽ ഒരേ ഒരു ഗർജിക്കുന്ന സിംഹം മാത്രം മതി. അത് ആണവായുധങ്ങളുള്ള ഏക രാഷ്ട്രമായ ഇസ്രായേലാണ്. കാരണം ഇസ്രായേൽ ആണവായുധ സാങ്കേതിക വിദ്യാർജനം തുടങ്ങിയത് ഫ്രഞ്ച് സഹായത്തോടെ 60കളുടെ ഒടുവിലാണ്. 1974 പൊക്രാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തുമ്പോൾ തന്നെ ഇസ്രായേലിന് അണുബോംബുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഏതാണ്ട് 100ഓളം ആണവ ആയുധങ്ങൾ ഇസ്രായേലിനുണ്ട്. അത് വഹിച്ച് പറക്കാനുള്ള മിസൈലുകളുമുണ്ട്. അപ്പം പശ്ചിമേഷ്യയിൽ ഈ മിഡിൽ ഈസ്റ്റിലെ ഏക ആണവ രാഷ്ട്രം ഇസ്രായേലാണ്. അപ്പോൾ പശ്ചിമേഷ്യ ഇറാൻ്റെ ആണവ നിരായുധീകരണത്തിന് വേണ്ടി വാദിക്കുന്നവർ വാസ്തവത്തിൽ വാദിക്കേണ്ടത് പശ്ചിമേഷ്യയെ സമ്പൂർണ്ണമായി ആണവ നിരായുധീകരണത്തിന് വിധേയമാക്കണം. ആണെങ്കിൽ ഇറാനോടും പറയാം നിങ്ങൾക്കും ആണവായുധം വേണ്ട. ഇസ്രായേൽ മാത്രം ഒരു 100ഓളം ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുകയും പശ്ചിമേഷ്യയിലെ ഗർജിക്കുന്ന സിംഹമായി തുടരുകയും ചെയ്യണം. അല്ല, ഇതൊക്കെ പറയുന്നവർ എങ്ങനെയാണ് അവർക്കത് പറയാനുള്ള യോഗ്യത എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. പറയുന്നവരും തീരുമാനിക്കുന്നവരും ഒക്കെ ഇതൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ലോകം മുഴുവൻ അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ നമ്മൾ അതൊക്കെ മറന്നിട്ട് ഇത്തരം തീരുമാനങ്ങൾ ഒരു ഭാഗത്തെടുക്കാനുള്ള അവകാശം അവർക്കൊക്കെ ഉണ്ട് എന്ന് തീരെഴുതി കൊടുക്കുന്ന രീതിയിലൊക്കെ നമ്മൾ താത്വികമായി പറയുന്നതൊക്കെ. ഷിനാസ്, ഞാൻ വരാം. അങ്ങ് പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ചിന്തിക്കാനുള്ള വകയുണ്ട്. മാത്രമല്ല ലാൽ, ഒരു കാര്യം കൂടി പറഞ്ഞോളൂ, അത് പൂർത്തിയാക്കൂ. അതായത് പിന്നെ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നത് തടയുക എന്നത് മാത്രമല്ല, ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാംസ് അതിൻ്റെ റേഞ്ച് കുറക്കണം. ആർക്ക് വേണ്ടിയാണിത്? ഇസ്രായേലിലേക്ക്. കഴിഞ്ഞ വർഷം ഇസ്രായേലിലെ ടെല്ലവീവിലും ഹൈഫയിലും ജെറൂസലേമിലും ഒക്കെ ഇറാൻ്റെ മിസൈലുകൾ എത്തിയിരുന്നു. അപ്പോൾ ആ റേഞ്ച് കുറക്കണം. പിന്നീട് മറ്റൊരു ഡിമാൻഡ് വെച്ചിരിക്കുന്നത് ഈ പ്രോക്സികൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കണം. അപ്പോൾ ഇറാൻ അല്ലാതാക്കണം, ഇറാനെ വന്ധ്യംകരിക്കണം. അത് വാസ്തവത്തിൽ ഇസ്രായേലിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ നിരത്തുന്നത് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയ, ഇസ്രായേലിനെ സംബന്ധിച്ച്, നെതന്യാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും മുന്തിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ്. കാരണം ട്രംപാണ് 67 അധിനിവേശത്തിൽ സിറിയയിൽ നിന്ന് പിടിച്ചടക്കിയ ഗൊലാൻ കുന്നുകളെ ഇസ്രായേലിൻ്റെ പരമാധികാര പ്രദേശമായി അംഗീകരിച്ചത്. ട്രംപാണ് തർക്കപ്രദേശമായ ജെറൂസലേമിൽ അമേരിക്കൻ എംബസി മാറ്റി സ്ഥാപിച്ചത്. ട്രംപിൻ്റെ പേരിൽ ട്രംപ് ഹൈറ്റ്സ് എന്ന ഒരു ചെറിയ ജൂത കോളനിയും ഈ ഗൊലാൻ കുന്നുകളിൽ ഇസ്രായേൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപിനോളം ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യം, ഒരു ഭൗമരാഷ്ട്രീയ പരിതോവസ്ഥ ഇസ്രായേലിന് കിട്ടാനില്ല. വാസ്തവത്തിൽ ട്രംപ് നടത്തുന്നത് ഇസ്രായേലിന്റെ യുദ്ധമാണ്. ഡോക്ടർ പി ജെ വിൻസെന്റ്, നോക്കൂ, ട്രംപാണ് എല്ലാം. ട്രംപ് അമേരിക്കയാണ് എന്നുള്ളതിനൊക്കെ മാറി
ട്രംപായി മാറിയിരിക്കുന്നു. അമേരിക്ക എന്നുള്ള വാക്കിനേക്കാൾ അപ്പുറം വളർന്നിരിക്കുന്നു ട്രംപിൻ്റെ ആഗ്രഹങ്ങൾ, ചിന്തകൾ, സ്വപ്നങ്ങൾ, പറച്ചിലുകൾ ഒക്കെ തന്നെ എന്നുള്ളത് വിലയിരുത്തപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണ്. അവിടെയാണിത് ഇപ്പോൾ 4 ദിവസങ്ങൾ കൊണ്ട് ഒരു ഓപ്പറേഷൻ തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ ഒരു കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമ്മൾ ഇപ്പോൾ വിശദീകരിക്കപ്പെടുന്നുണ്ടല്ലോ. പക്ഷേ 4 ദിവസം കൊണ്ട് ഇത് തീരുമോ? 4 ദിവസം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഇറാനെ പിടിച്ചു കെട്ടി മാറ്റാൻ ആകുമോ? ഈ ഒറ്റ സിംഹം മാത്രം മതി എന്നൊരവസ്ഥയിലേക്ക് പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ എത്തിക്കാൻ അമേരിക്കയും ഇസ്രായേലും കൂടെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അങ്ങനെ എളുപ്പത്തിലെത്താൻ പറ്റുന്ന രീതിയിലാണോ ഇപ്പോൾ കണ്ട ഈ 4 മണിക്കൂറിലെ കാഴ്ചകൾ? തീർച്ചയായിട്ടുമല്ല. ഹലോ റോഡിംഗ് ലൈൻ ഒരു പക്ഷേ വ്യോമാക്രമണത്തിൻ്റെ പറഞ്ഞോളൂ, വിൻസെന്റ് പറയുന്നത് കേൾക്കാം. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തുടങ്ങിയിട്ടുള്ള ഈ യുദ്ധം, അതിൻ്റെ ലക്ഷ്യം ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് എലിമിനേറ്റിംഗ് ഇമ്മിനൻറ്റ് ത്രെറ്റ് ഫ്രം ഇറാനിയൻ റെജീം എന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ഭരണകൂടത്തിൽ നിന്നുള്ള ഭീഷണിയെ ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ ഇറാൻ ഭരണകൂടമാണ് ലക്ഷ്യം. നേരത്തെ ഷിനാസ് മാഷ് സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ ആണവായുധ പദ്ധതികളോടുള്ള വിയോജിപ്പോ ആണവായുധം ആർജിക്കാനുള്ള അവരുടെ കരുത്ത് ഇല്ലാതാക്കാനുമൊക്കെയുള്ള വലിയ സമാധാന പക്ഷത്തു നിന്നുള്ള കാര്യങ്ങളൊന്നുമല്ല അമേരിക്കയെ മുന്നോട്ട് നയിക്കുന്നത്. അത് ഇറാഖിനെ ആക്രമിക്കാൻ എങ്ങനെയാണോ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ ഇറാനിതാ ആണവശേഷി ആർജിക്കുന്നു, അതുകൊണ്ട് ആ രാജ്യത്തെ തകർക്കണം എന്ന് പറയുന്ന ഒരു ന്യായം മാത്രമാണ്. യഥാർത്ഥത്തിൽ 1979 ഇസ്ലാമിക റവല്യൂഷനിൽ രൂപപ്പെട്ട ആ ഭരണകൂടത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്ത് ഒരു അമേരിക്കൻ പാവ ഭരണകൂടത്തെ അവിടെ പ്രതിഷ്ഠിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതിലേക്ക് നീങ്ങുന്ന രീതിയിലാണ് ഈ അക്രമത്തെ മുഴുവൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് 2025 ജൂൺ 12 മുതൽ 23 വരെ നീണ്ട 12 ദിന യുദ്ധത്തിൽ ഒരു പ്രതിരോധം ഇറാൻ്റെ കടുത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ 12 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. സമാധാന ഉടമ്പടി നിലവിലുണ്ട്. ആ വെടിനിർത്തൽ ഉടമ്പടി ഏകപക്ഷീയമായി നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടെഹ്റാനിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ മിസൈൽ ആക്രമണം അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇത് ഖഗോള രാഷ്ട്രീയത്തിൽ ഒരു വലിയ റീഅലൈൻമെൻറ്റിന് കൂടി കാരണമാകുന്നുണ്ട്. ഇപ്പോൾ വെനിസ്വേലയിൽ അമേരിക്ക ഇടപെട്ടു. ഇപ്പോൾ നമ്മളുടെ സാധാരണഗതിയിലുള്ള ഒരു രാഷ്ട്രതന്ത്ര വിദ്യാർത്ഥികളും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പഠനം നടത്തുന്ന ആളുകൾക്കുമൊക്കെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത, ഒരുപക്ഷെ മനസ്സിലാകാൻ പോലും പ്രയാസമുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുകയാണ്. ദർ ഈസ് നോ ഇൻ്റർനാഷണൽ സിസ്റ്റം അറ്റ് ഓൾ. ആഗോള വ്യവസ്ഥ എന്നുള്ളത് പൂർണ്ണമായി തകർന്നിരിക്കുന്നു. അപ്പം നിയമാധിഷ്ഠിത ആഗോളക്രമം എന്നുള്ള സങ്കല്പത്തെ പൂർണ്ണമായി അമേരിക്ക നിഷേധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ട്രംപ് പറയുന്നതാണ് നിയമം. യുണൈറ്റഡ് നേഷൻസ് പോലും അപ്രസക്തമായി അതിനു പകരം ഏകദേശം ബോർഡ് ഓഫ് പീസ് രൂപപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങളോ യുണൈറ്റഡ് നേഷൻസിൻ്റെ നിയമ സ്ഥാപന വ്യവസ്ഥയോ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് ചാർട്ടറോ മനുഷ്യാവകാശ നിയമങ്ങളോ ഇതൊന്നും എടുത്തിട്ട് ട്രംപിൻ്റെ യുദ്ധക്കൊതിയെയോ ആക്രമണങ്ങളെയോ ഒന്നും നമുക്ക് വിശകലനം ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഏറ്റവും സങ്കടകരമായ വസ്തുത, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ ഫലമായി ഒരു സ്കൂൾ കെട്ടിടം തകരുകയും 40-ലധികം പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ മേഖലയിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇറാൻ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്. 2 ഓപ്ഷൻസ് മാത്രമാണ് ഈ സമാധാന ചർച്ചയുടെ ഭാഗമായി 3 വട്ട ചർച്ചകൾ നടത്തി അമേരിക്ക മുന്നോട്ട് വെച്ചത്. ഒന്നുകിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന മുഴുവൻ കാര്യങ്ങളും അപ്പടി അനുസരിച്ചുകൊണ്ട് ഒരു സമ്പൂർണ്ണ ഉടമ്പടിയിലേക്ക് ഇറാൻ പോവുക എന്ന് വെച്ചാൽ സമ്പൂർണ്ണമായി അമേരിക്കയ്ക്ക് കീഴ്പ്പെടുക. രണ്ടാമത്തെ കാര്യം സൈന്യത്തെ നേരിടുക എന്നുള്ളതാണ്. ഏതായാലും ഇറാനിയൻ ഭരണകൂടം അമേരിക്കൻ നിർദ്ദേശങ്ങൾ ഏകപക്ഷീയമായി സ്വീകരിക്കില്ല എന്ന് അടിവരയിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ മറ്റൊരു ഓപ്ഷൻ മാത്രമേ അവിടെയുള്ളൂ, അത് യുദ്ധമാണ്. യുദ്ധം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഏകപക്ഷീയമായി ഇരിക്കില്ല, ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അവർക്ക് വളരെ ശക്തമായ ഒരു മിസൈൽ സംവിധാനമുണ്ട്. അവർക്ക് ഹ്രസ്വദൂര, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. അവർ SRBMs ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ
മിസൈൽസിൻ്റെ ഒരു വലിയ ശേഖരം അവരുടെ കയ്യിലുണ്ട്. 3000-ലധികം മിസൈലുകൾ അവരുടെ കയ്യിലുണ്ട്. അവരുടെ പ്രോക്സികളുടെ കൈവശമുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ ആക്രമിക്കുമെന്നുള്ളതാണ്. അപ്പോൾ മിസൈൽ സാങ്കേതികവിദ്യയുടെ കാര്യത്തിലും അതുപോലെ ഡ്രോണുകളുടെ കാര്യത്തിലുമൊക്കെ ഇറാന് വളരെ ഉയർന്ന സാങ്കേതികവിദ്യയും അത് പ്രയോഗിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏകപക്ഷീയമായ ഒരു ആക്രമണമായിരിക്കില്ല. 4 ദിവസം കൊണ്ടൊന്നും ഇറാനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള അമേരിക്കയോടും ആ മേഖലയിലെ മിലിറ്ററി സൂപ്പർ പവറായ ഇസ്രായേലിൻ്റെ മുന്നിലും പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിയില്ല. പക്ഷേ ചൈനയുടെയും റഷ്യയുടെയും നിലപാടുകൾ പ്രസക്തമായി വരുന്നുണ്ട്. ഈ സംഘർഷം മുന്നോട്ട് കൊണ്ടുപോകരുത്, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ സൈനികമായിട്ട് പോലും ഇടപെടാൻ ഞങ്ങൾ തയ്യാറാകുമെന്നുള്ള നിലപാട് ലോകരാഷ്ട്രങ്ങൾ സ്വീകരിച്ചാൽ, വിശിഷ്യ റഷ്യയും ചൈനയും സ്വീകരിച്ചാൽ മാത്രമാണ് യുദ്ധത്തിൻ്റെ ഗതി മാറ്റുക. അതിൽ യുക്രൈൻ യുദ്ധത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന റഷ്യക്ക് എത്രമാത്രം ഒരു സൈനികമായി ഇറാനെ സഹായിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. അവിടെയാണ് ചൈന ഏറ്റവും പ്രസക്തമായി മാറുന്നത്. ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും സൗദി അറേബ്യയും തമ്മിലൊരു സമാധാന ഐക്യം പോലും ഉണ്ടായത് നമുക്കറിയാം. ചൈന എങ്ങനെ ഇതിൽ ഇടപെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ചൈന റഷ്യ സഖ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും സോളിഡായിട്ടുള്ള ഒരു സഖ്യമാണ്. അവർ സഖ്യമായി നിൽക്കുകയും ഇറാന് പിന്തുണ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 4 ദിവസമല്ല 400 ദിവസം യുദ്ധം ചെയ്താലും ഒരു പക്ഷേ അമേരിക്കയ്ക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, വിയറ്റ്നാമിൽ നിന്നുണ്ടായതിനേക്കാൾ വലിയ പരാജയത്തിൽ അവർക്ക് തിരിച്ചു പോകാൻ സാധിക്കും. ഇനിയും അവർക്ക് ട്രംപിന് ഇറാനിൽ ഒരു ഭരണകൂട മാറ്റമുണ്ടാകാതെ സൂപ്പർ പവർ എന്ന സ്ഥാനം നിലനിർത്താൻ സാധിക്കില്ല. കാരണം അവരുടെ യുദ്ധലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചു, റിഷീം ചേഞ്ചാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് സാധിച്ചില്ല എങ്കിൽ അത് അമേരിക്കയുടെ തകർച്ചയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇക്കാര്യത്തിൽ ആഗോള അഭിപ്രായം, പ്രത്യേകിച്ച് വൻശക്തികൾ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് പ്രവർത്തനക്ഷമമല്ല. അതുകൊണ്ട് അമേരിക്കയുടെ ബാലൻസ് ഓഫ് പവർ വ്യവസ്ഥയിലേക്ക് ലോകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ സൈനിക ശേഷിയെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് ഒരുപക്ഷെ ചൈനയ്ക്ക് മാത്രമായിരിക്കും. അതിൽ റഷ്യ ചൈന ഒരു അച്ചുതണ്ട് കൂടി രൂപപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അമേരിക്കയുടെ സൈനിക സാമ്പത്തിക ശേഷിയെ ബാലൻസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ബാലൻസ് ചെയ്യപ്പെടുകയും അവർ ഇറാന് പിന്തുണ നൽകുകയും ചെയ്താൽ ഒരു പക്ഷേ ഇറാനിയൻ ഭരണകൂടം അതിജീവിച്ചേക്കാം. അതല്ലെങ്കിൽ ഇറാൻ തകരും എന്ന് മാത്രമല്ല, അതോടൊപ്പം അവരുടെ പ്രഹരശേഷി മൂലം ഗൾഫ് മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അത് ലോക സമ്പദ്ഘടനയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്ന മാനങ്ങളിലേക്ക് ആയിരിക്കും ആ യുദ്ധത്തിൻ്റെ ഫലം കൊണ്ടെത്തിക്കുക. ഞാൻ വരാം ഡോക്ടർ വിൻസെൻ്റ്. ഡോക്ടർ ലിറാർ പുളിക്കലകത്ത് കൂടി നമ്മളോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഡോക്ടർ ലിറാർ, നോക്കുക, ഈ പറഞ്ഞ രീതിയിലൊക്കെ ഒരു മൾട്ടി ഡയമെൻഷണൽ ആണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതെങ്ങനെ പര്യവസാനിക്കും, പരിണമിക്കും എന്ന് ഇപ്പോൾ പറയാനാകുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ അതിനെ കാണുന്നത്? റഷ്യയുടെയും ചൈനയുടെയും ആഗ്രഹം മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ സമാധാനം കാംക്ഷിക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ ഈ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഉൾപ്പെടെ വന്നു ചേർന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ വല്ലാത്ത അതൃപ്തിയുണ്ട്. അവർക്ക് ആ അതൃപ്തി കൊണ്ട് മാത്രം മുന്നോട്ട് പോകാനാകില്ല. അമേരിക്കയിൽ തന്നെ എങ്ങനെയാണ് വിവിധ കക്ഷികൾ ഈ കാര്യത്തിൽ ട്രംപിനെ അനുകൂലിക്കുമോ എന്ന് പോലും, അവരുടെ ദേശ താല്പര്യങ്ങൾക്കപ്പുറം ചിന്തിക്കുന്ന ആളുകൾക്കത് അനുകൂലിക്കാനാവുമോ എന്നുള്ള അറിയില്ല. ട്രംപിൻ്റെ ഒരു രീതികൾ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിരീക്ഷിച്ചു വരികയാണല്ലോ, ചർച്ച ചെയ്ത് വരികയാണല്ലോ. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാന് പിടിച്ചു നിൽക്കാൻ കുറച്ച് ദിവസങ്ങളെ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം എന്നിരിക്കെ തന്നെ ഈ ഒരു യുദ്ധത്തിൻ്റെ ഗൾഫ് മേഖലയിലെ വ്യാപനം, റഷ്യയുടെ ചൈനയുടെയൊക്കെ ഇടപെടൽ എങ്ങനെയായിരിക്കുമെന്നാണ് താങ്കൾ കാണുന്നത്? ഇവിടെ നേരത്തെ വിൻസെൻ്റ് മാഷ് സൂചിപ്പിച്ച ഒരു കാര്യം അടിവരയിട്ട് പറയേണ്ടതാണ്. അതായത് നിലവിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം എന്നുള്ള ഒരു ആക്ച്വലി അങ്ങനെ സിസ്റ്റം ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം ആക്ച്വലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻ്റർനാഷണൽ ലോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോവർണിറ്റിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നോംസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് ഒരു ടോട്ടൽ ഡിസോർഡറാണ് പ്രത്യേകിച്ച് ട്രംപിന് ശേഷം നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ റഷ്യ ചൈനയുടെ നിലപാടുകൾ, അതേപോലെ ഇറാൻ എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റും, ഗൾഫ് മേഖലയിൽ എങ്ങനെ ബാധിക്കും,
ഈ ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ആക്രമണം നടത്തിയ ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് 1979 മുതൽ തന്നെ ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ശത്രുതയിൽ തന്നെയാണ്, അമേരിക്കയും തമ്മിൽ തന്നെ. അതിനു മുമ്പ് അതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ച പ്രധാനപ്പെട്ട ഒരു അയൽ രാഷ്ട്രങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അന്ന് ഇറാനും അമേരിക്കയും തമ്മിൽ വളരെ സ്നേഹത്തിലായിരുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരുന്നു. ആ ഒരു 1979 ശേഷമാണത് മാറുന്നത്. ഇപ്പോഴത്തെ ഒരു ആക്രമണത്തിൻ്റെ കോണ്ടക്സ്റ്റ് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇറാനെ ഈ തരത്തിൽ ആക്രമണം രണ്ട് രാഷ്ട്രങ്ങളും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആക്രമിക്കുന്നതിന് മുമ്പായിട്ട് ഇറാനെ ആദ്യം സാമ്പത്തികമായിട്ട് തകർക്കുന്നു. ഉപരോധങ്ങളിലൂടെ, സാങ്ഷൻസിലൂടെ ഇറാനെ സാമ്പത്തികമായിട്ട് തകർക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ, ഓയിൽ, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു റിസർവ് ഉള്ള വലിയൊരു ശേഖരമുള്ള ഒരു രാഷ്ട്രമായിട്ട് പോലും ഇറാൻ സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന രാഷ്ട്രമായിട്ട് തുടരുന്ന ഒരു കാരണം ഈ ഒരു അമേരിക്കൻ ഇമ്പോസ്ഡ് സാങ്ഷൻസ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത്, ഏതൊക്കെ തരത്തിൽ ഇറാനുമായിട്ട് ഒരു സംഘർഷം ഉണ്ടായാൽ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കാൻ സാധ്യതയുള്ള സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നത്, ഒന്ന് യമൻ ആയിരുന്നു, ഒന്ന് നമുക്കറിയാം സിറിയ ആയിരുന്നു. ഈ രണ്ട് രാഷ്ട്രങ്ങളും തകർന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ സിറിയയിൽ അവിടെ റെജീം ചേഞ്ച് തന്നെ വന്നു. ഇറാൻ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്തിരുന്ന ബഷാർ അൽ ആസാദിൻ്റെ ഭരണകൂടം തകർന്നു, അദ്ദേഹം റഷ്യയിലേക്ക് ഒളിച്ചോടിയിരിക്കുന്നു. അതേപോലെ തന്നെ ഇറാനും സപ്പോർട്ട് ചെയ്തിരുന്ന മറ്റ് പ്രധാനപ്പെട്ട നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്നറിയപ്പെടുന്ന ഫ്രിഞ്ച് ഓർഗനൈസേഷൻസ് ആയിരുന്ന നമുക്ക് കാണാൻ പറ്റും ഹൂത്തീസും, യമനിലെ ഹൂത്തീസും, അതേപോലെ ലെബനോനിലെ ഹിസ്ബുള്ള, പലസ്തീനിലുള്ള ഗ്രൂപ്പായിട്ടുള്ള ഹമാസ്, ഈ ഗ്രൂപ്പുകളെല്ലാം ഘട്ടം ഘട്ടമായിട്ട് തകർത്ത് മിലിറ്ററിയിൽ തന്നെ അവരെ ഏതാണ്ട് വീക്കൻ ചെയ്ത്, അല്ലെങ്കിൽ പരിപൂർണമായിട്ട് തകർത്ത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പല ഹമാസ് ഏതാണ്ട് ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഹിസ്ബുള്ള ഒരു തരത്തിൽ തിരിച്ചടിക്കാൻ കഴിയാത്തൊരു സ്റ്റേജിലാണ്. ഏതെങ്കിലും തരത്തിൽ വല്ലപ്പോഴും ഒരു പ്രതികരണം, പ്രത്യാക്രമണങ്ങൾക്ക് വരുന്നത് യമനിൽ നിന്നുള്ള ഹൂത്തികൾ എടുക്കുന്നത് മാത്രമാണ്. അപ്പം ഇറാനെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യാനുള്ള രാഷ്ട്രങ്ങളെല്ലാം കായികമായിട്ട്, സൈനികമായിട്ട് ഓൾറെഡി തകർത്തു. അതേപോലെ നയതന്ത്രപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള മേഖലയിൽ പ്രധാനപ്പെട്ട രാഷ്ട്രമായിരുന്നത് സിറിയയാണ്. അതിപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇറാൻ ഒരു തരത്തിലും ഈ ഒരു മേഖലയിൽ നിന്ന് സപ്പോർട്ടൊന്നും ഇനി പ്രതീക്ഷിക്കാനില്ല. അത് സൈനികമായിട്ടായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, നയതന്ത്രപരമായിട്ടോ ഒന്നും പ്രത്യക്ഷത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. മീൻസ് ആത്മാർത്ഥമായിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇറാനിലെ ഈ ഒരു ഭരണകൂടം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പുകൾ നിലവിൽ ഈ ഒരു മേഖലയിലില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് അന്താരാഷ്ട്ര സിസ്റ്റം. പ്രത്യേകിച്ച് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ട്രംപ് വന്നതിന് ശേഷമുള്ള ഒരു ലോക വ്യവസ്ഥയിൽ, ഇപ്പം നമ്മൾ റഷ്യയുടെ കാര്യം പറഞ്ഞു, ചൈനയുടെ കാര്യം പറഞ്ഞു, ഈ രണ്ട് രാഷ്ട്രങ്ങളും ഒരു പക്ഷേ ഏറ്റവും ക്രൂഷ്യലായിട്ട് ഒരു വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട്, ഓപ്പണായിട്ട്, ഡയറക്റ്റ്ലി ഇടപെടേണ്ട ഒരു ഘട്ടമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം ഒരു വശത്ത് ഇറാൻ ആക്രമിച്ച അതിൻ്റെ ഒരു സീക്വൻസ് ഞാൻ പറഞ്ഞു. ഇറാനെ വീക്കൻ ചെയ്ത രീതി, സാമ്പത്തികമായിട്ട് വീക്കൻ ചെയ്യുന്നു, പിന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്തിരുന്ന മിലിറ്റന്റ് ഓർഗനൈസേഷൻസിനെ തകർക്കുന്നു. അതിനുശേഷമാണ് ഇറാനിലേക്ക് കടക്കുന്നത്. ഇനി നമ്മൾ റഷ്യയുടെയും ചൈനയും കാര്യം നമ്മൾ എടുക്കാം. റഷ്യ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് അതിന് പിൻവാങ്ങാനോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് ഇവിടെ ഇപ്പം റഷ്യ. അതിൻ്റെ കൂടെ തന്നെ ചൈന എപ്പോഴും ഓപ്പൺലി ഒരു യുദ്ധത്തിലും സൈനികമായിട്ട് രംഗത്തിറങ്ങാൻ ആരെയും ഓപ്പൺലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ചൈന ഇന്നേ വരെ വന്നിട്ടില്ല. അവർക്ക് അവരുടേതായ സാമ്പത്തിക താല്പര്യങ്ങളും ഡെവലപ്മെൻറ്റിൽ അതൊക്കെയാണ് ചൈന പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പം ഇറാനെ വീക്കൻ ചെയ്തു, അല്ലെങ്കിൽ ഇറാൻ അറ്റാക്ക് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു ദിവസം വന്നെത്തി. ഇതേപോലെ തന്നെ റഷ്യയെ ഏതൊക്കെ തരത്തിൽ സപ്പോർട്ട് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രമാണ് ഇറാൻ. അതേപോലെ തന്നെ പ്രധാനമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന മറ്റൊരു രാഷ്ട്രമാണ് നമുക്ക് കാണാൻ പറ്റും വെനിസ്വല. അപ്പോൾ വെനിസ്വല ഇപ്പം അവിടെ എന്താണ് നടത്തിയത് നമുക്ക് കാണാൻ പറ്റും. ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആ രാഷ്ട്രത്തിൽ കയറിയിട്ട് അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചു ചെയ്ത് അറസ്റ്റ് ചെയ്തുകൊണ്ട് വേറൊരു രാഷ്ട്രത്തെ ജയിലിൽ പാർപ്പിക്കും. ഇങ്ങനെ ടോട്ടൽ ഒരു ഡിസോർഡർ, ഒരു അനാർക്കി നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നു. അപ്പം ഇറാനെ വീക്കൻ ചെയ്ത പോലെ തന്നെ റഷ്യയെ ഏതെങ്കിലും തരത്തിൽ സൈനികമായിട്ടോ സാമ്പത്തികമായിട്ടോ നയതന്ത്രപരമായിട്ടോ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള രാഷ്ട്രങ്ങളെ ഓരോന്നായിട്ട് തീർത്തുകൊണ്ടിരിക്കുന്നു. അതും നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. അപ്പോൾ ഈ റഷ്യയും ചൈനയും ഈ ഒരു ഘട്ടത്തിൽ, നിർണായക ഘട്ടത്തിൽ ഇറാന് വേണ്ടി ഓപ്പൺലി അല്ലെങ്കിൽ ഡയറക്റ്റ്ലി രംഗത്ത് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് അടുത്ത ഘട്ടത്തിൽ ഈ രണ്ട് രാഷ്ട്രങ്ങളെയും സ്വാഭാവികമായിട്ടും ബാധിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അവർ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ ഇറാനെ കൊണ്ട് കഴിയുന്നൊരവസ്ഥയിലായിരിക്കും. കാരണം ഇറാൻ ഈ ഒരു യുദ്ധം എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു അത്രയും അതിന്റെ നാശനഷ്ടം കൂടുതൽ സ്വാഭാവികമായിട്ടും ഇറാനെ തന്നെയാണ് ബാധിക്കാൻ സാധ്യത. ഡോക്ടർ ലിറാർ, ഞാൻ വരാം. അതായത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറാനിലെ ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെ തന്നെ തുടരുമെന്നും അത്
വമ്പൻ രാഷ്ട്രങ്ങളായിട്ടുള്ള റഷ്യയും ചൈനയും പോലും അത് നോക്കി നിൽക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുമെന്നും UNO പോലും നേരത്തെ തന്നെ ദുർബലമായിരിക്കുന്ന UNOക്ക് പോലും, അതായത് ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം ട്രംപിൻ്റെ ഈ ഒരു ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്ന വിലയിരുത്തലുകളിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു യൂണിപോളാർ ലോകത്തേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ലോകത്തെ നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണോ? നമ്മൾ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്കാണോ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്നതാണ് എനിക്ക് ഉള്ള സംശയം. ഞാൻ അതിലേക്കാണ് ഷിനാസിലേക്കും ഡോക്ടർ PJ വിൻസെൻറ്റിലേക്കും ഡോക്ടർ ലിറാറിലേക്ക് ഒരിക്കൽ കൂടിയും വരുമ്പോൾ വീണ്ടും ഒരു അന്വേഷണം നടത്തുക. ഞാൻ വരാം. അതിന് മുമ്പ് നമ്മളോടൊപ്പം ജമാലുദ്ദീൻ UAE-യിൽ നിന്ന്, ദുബായിൽ നിന്ന് ചേരുന്നുണ്ട് നമ്മുടെ റിപ്പോർട്ടർ. ജമാൽ, അവിടെ വല്ലാത്ത സാഹചര്യമാണ്. അവിടെ ഏറ്റവും യുദ്ധത്തിൻ്റെ വിലയിരുത്തലുകളിലേക്ക് അപ്പുറം ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ളത്. ജമാൽ, എന്താണ് അവിടെ ആളുകൾക്ക്, മലയാളികൾക്ക്, ഇന്ത്യക്കാർക്ക് ഇപ്പോൾ അറിയേണ്ട സാഹചര്യം എന്താണുള്ളത് അവിടെ? ഡോക്ടർ ലാൽ, സങ്കീർണമായ ഒരു അവസ്ഥയിലേക്കാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾ അല്ലെങ്കിൽ ഈ രാജ്യത്ത് താമസിക്കുന്ന പ്രവാസികളൊക്കെ തന്നെയും കടുത്ത ഭീതിയിലാണ് ഉള്ളത്. കാരണം ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നു എന്നതാണ് വസ്തുത. ഖത്തറിൽ ഇപ്പോഴും അല്പസമയം മുമ്പ് വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇത്തരത്തിൽ കുവൈത്തിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളൊക്കെ തന്നെയും ഈ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്നു എന്നതാണ് പ്രവാസികളെ ഏറെ ഭീതിപ്പെടുന്നത്. ഈ രാത്രിയിൽ ഇനി എന്ത് സംഭവിക്കും എന്നത് പോലും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറെ ആശങ്ക പ്രവാസി മലയാളികൾക്കുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഇറാൻ, അതുപോലെ തന്നെ അമേരിക്ക, ഇസ്രായേൽ ആക്രമണം, ആ 3 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം എന്നതിനപ്പുറം ഇത് പ്രത്യക്ഷമായി തന്നെ നേരിട്ട് തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പ്രവാസി മലയാളികൾ അല്ലെങ്കിൽ രാജ്യത്ത് UAE-യിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ താമസിക്കുന്ന ആളുകൾ നേരിട്ട് ഇതിന്റെ ദുരിതഫലം അനുഭവിക്കുന്ന തരത്തിലേക്ക് വരികയാണ്. ഈ ഗൾഫ് രാജ്യങ്ങളിലെ മിക്ക ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കക്ക് അവരുടെ സൈനിക താവളങ്ങളുണ്ട്. ഈ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇറാൻ ആക്രമണങ്ങൾ നടത്തുന്നത്. ജമാൽ, അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പറ്റുമോ? അതായത് ഇപ്പോൾ ഈ ഇത്രയും നേരം ഇറാൻ അവിടെയൊക്കെ ആക്രമിച്ചപ്പോഴൊക്കെ അത് ഈ സൈനിക താവളങ്ങൾ മാത്രമാണെന്നാണ് വരുന്ന റിപ്പോർട്ടുകളല്ല. അതിനപ്പുറമുള്ള സിവിലിയൻസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ ഇതിനകം വന്നിട്ടുണ്ടോ? തീർച്ചയായും അതിലേക്കാണ് വരുന്നത്. ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ഇറാൻ ആക്രമണം നടത്തുന്നത്. പക്ഷെ അത് ചില സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾക്ക് സമീപം ജനവാസ കേന്ദ്രങ്ങളുണ്ട്. അബുദാബിയിൽ ആണെങ്കിൽ ആക്രമണം നടത്തിയത് ഒരു ജനവാസ കേന്ദ്രത്തിലേക്കാണ് ഈ മിസൈൽ വന്നത്. അതിന് UAE-യിലെ പ്രതിരോധ സംവിധാനം ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തു. പക്ഷെ ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണാണ് അബുദാബിയിലെ ജനവാസ മേഖലയിലെ ഏറെ ആളുകൾ, പ്രവാസി മലയാളികൾ അല്ലെങ്കിൽ പ്രവാസികൾ മറ്റ് ഏഷ്യക്കാരൊക്കെ തന്നെ താമസിക്കുന്ന സ്ഥലത്താണ് ഈ ആക്രമണം ഉണ്ടായി. ഇവിടെ മരിച്ചത് ഒരു സിവിലിയനാണ്, ഒരു പാകിസ്ഥാൻ സ്വദേശിയാണ് ഈ ആക്രമണത്തിൽ ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് മരിച്ചത് എന്നതാണ് ഏറെ സങ്കടപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഏറെ ആളുകളെ ഏറെ ഭീതിപ്പെടുത്തുന്നത്. ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുമ്പോൾ ഒരുപക്ഷെ അത് പലപ്പോഴും ഇപ്പോ ഇവിടെ ബഹ്റൈനിലാണെങ്കിൽ ജുഫേർ മേഖലയാണ്. ജുഫേറിൽ പ്രവാസികൾ ഒരുപാട് പേർ താമസിക്കുന്ന ജനവാസ കേന്ദ്രം തന്നെയാണ് ജുഫേർ. ഇവിടെയും ആക്രമണം നടക്കുന്നു. ലക്ഷ്യസ്ഥാനം അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് ആണെങ്കിൽ പോലും പല ഭാഗങ്ങളിലും അത് ജനവാസ കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ആക്രമണമായി കൂടി മാറുന്നുണ്ട്. ഇതാണ് ഈ രാജ്യത്ത് താമസിക്കുന്നവരെ, സ്വദേശികളെയും വിദേശികളെയും ഒക്കെ ആശങ്കപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ വ്യോമപാത കൂടി അടച്ചത്. മിക്ക ഗൾഫ് രാജ്യങ്ങളും വ്യോമപാത അടച്ചു കഴിഞ്ഞു, വിമാനത്താവളങ്ങൾ തന്നെ അടച്ചു പൂട്ടിക്കഴിഞ്ഞു. അപ്പോൾ പുറത്തേക്കോ അല്ലെങ്കിൽ രാജ്യത്തേക്കോ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നിൽക്കുന്നു. ഇവിടെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ഭീതിയിൽ കൂടിയാണ് ഈ രാജ്യത്ത്. പ്രത്യേകിച്ച് ഈ സമയം ജമാൽ, നമുക്കറിയാം നൊയമ്പ് കാലമാണ്, റംസാൻ മാസമാണ്. ഒരുപാട് പേർ നേരത്തെ ബുക്ക് ചെയ്തൊക്കെ വരാൻ വേണ്ടി ഇരുന്നിട്ടുള്ള സാഹചര്യമുണ്ട്, നമുക്കത് അറിയാം. അതൊക്കെ ആകെ അവതാളത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക്, അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ ഏതെങ്കിലും തരത്തിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്നൊരു അതൃപ്തി ഉണ്ടാക്കുന്ന വർത്തമാനം ഉണ്ടാക്കുന്നുണ്ടോ അവിടെ? പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലൊക്കെ കച്ചവടത്തെയൊക്കെ ഇത് ബാധിക്കുമല്ലോ. തീർച്ചയായും ഇത് എല്ലാ മേഖലയും, ഗൾഫിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലയെ ഗുരുതരമായി ബാധിക്കുന്നതാണ് ഇപ്പോൾ ഈ സംഘർഷം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് യാത്രകൾ മുടങ്ങുന്നു. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ പ്രതിഷേധം മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ GCC, ഈ ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണ കൗൺസിൽ ഈ ഇറാനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. UAE-ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സൗദി അറേബ്യ രംഗത്ത് വന്നിട്ടുണ്ട്. ഒമാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഒപ്പം ഈ രാജ്യത്തെ
പൗരന്മാരോ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നവർ മാത്രമല്ല, ഈ ഭരണകൂടങ്ങൾ തന്നെയും ഈ യുദ്ധത്തിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഭീതിയിലാകുന്നത് ഈ യാത്ര മുടങ്ങുന്നു. ഒപ്പം തന്നെ ഇനി എന്ത് സംഭവിക്കും എന്നത്, ഈ വരാനിരിക്കുന്ന മണിക്കൂറുകൾ എങ്ങനെയാണ് കഴിച്ചുകൂട്ടുക, എവിടെയൊക്കെ ആക്രമണം ഉണ്ടാകുന്നു എന്നത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഏറെ ഭീതിയിലാണ് ഈ പ്രവാസി മലയാളികൾ. കാരണം ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഏതാണ്ട് 30 ലക്ഷത്തിലേറെ പ്രവാസി മലയാളികൾ താമസിക്കുന്നുണ്ട്. ഇവിടുത്തെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം മലയാളികളാണ്. യു എയിലായാലും മറ്റ് സൗദി അറേബ്യയിലും ഏത് രാജ്യത്തെടുത്താലും ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വിദേശികൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് പ്രവാസി മലയാളികളാണ്. ഈ ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ അത് എല്ലാ മേഖലയെയും ബാധിക്കും. അടിയന്തരമായി യാത്ര ചെയ്യേണ്ട ആളുകളുണ്ട്, നാട്ടിലേക്ക് തിരിച്ചും വരേണ്ട ആളുകളുണ്ട്. ഇതൊക്കെ തന്നെയും അവരുടെ ജീവിതത്തെ തീർച്ചയായും സാരമായി ബാധിക്കും. തീർച്ചയായിട്ടും ജമാൽ, ഞാൻ വരാം. ഇനി അടുത്ത മണിക്കൂറുകൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി എല്ലാവരും നോക്കിയിരിക്കുകയാണ്. അതിലേക്കും കൂടി അല്പസമയം കഴിഞ്ഞ് ഞാൻ ജമാലിലേക്ക് വരാം. ഇപ്പോൾ ഷിനാസും ഡോക്ടർ പി ജെ വിൻസെൻറ്റും ഡോക്ടർ ലിറാറും നമ്മളോടൊപ്പം തുടരുകയാണ്. ഞാൻ അവരിലേക്കൊന്ന് പോകട്ടെ. ഷിനാസ് നോക്കൂ, ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് ഇന്ത്യയുടെ പ്രതികരണം ഈ കാര്യത്തിൽ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, പരമാധികാരം, രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കണം എന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ കണ്ടത്. അതിനപ്പുറമുള്ള എന്തെങ്കിലും എടുത്തു പറയാവുന്ന വാക്കുകൾ ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ നോക്കേണ്ടതുണ്ട്. ഞാൻ വരാം. പക്ഷേ നോക്കൂ, എന്താണ് ഇന്ത്യ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കാലങ്ങളായി എവിടെയാണ് ഇന്ത്യ നിൽക്കുന്നത്? ഈ രാജ്യങ്ങളുടെ ഇടയിൽ ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക എന്നുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അത് ഏതൊക്കെ തരത്തിലാണ് ഈ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുകൂടി ഞാൻ താങ്കളുടെ മുമ്പാകെ വെക്കുന്നുണ്ട്, നേരത്തെ വന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ. ഷിനാസ്, നേരത്തെ വന്നൊരു കാര്യം, ഈ റൂൾസ് ബേസ്ഡ് ഇൻ്റർനാഷണൽ ഓർഡർ, നിയമാടിസ്ഥാനത്തിലുള്ള ലോകക്രമം എന്നത് രണ്ടാം ലോകമായതിനു ശേഷം വിജയികൾ ഉണ്ടാക്കിയ ഒരു ക്രമം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. കാരണം അന്താരാഷ്ട്ര നിയമങ്ങളും മര്യാദകളും വിജയികൾക്ക്, ഈ പ്രബല രാഷ്ട്രങ്ങൾക്ക്, ഹെജിമോൺസിന്, ചെറുതും വലുതുമായിട്ടുള്ള ഹെജിമോൺസിന് സ്വീകാര്യമായി ഇരിക്കുന്നിടത്തോളം കാലം അത് ഓക്കെ ആവുകയും അല്ലെങ്കിൽ അതിനെ നഗ്നമായി ചവിട്ടി അരക്കുകയും ചെയ്യുന്ന ഒരു ലോകക്രമത്തെയാണ് നമ്മൾ റൂൾസ് ബേസ്ഡ് ഇൻ്റർനാഷണൽ ഓർഡർ എന്ന് വിളിച്ചു പോരുന്നത്. ഇപ്പോൾ റെഷീം ചേഞ്ച്, ഈ ഗോൾ പോസ്റ്റ് ഏറ്റവും ഒടുവിൽ ട്രംപ് മാറ്റിയതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നേരത്തെ വിൻസെൻ്റ് മാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ. ആദ്യം അണവായുധങ്ങൾ പറഞ്ഞു, പിന്നെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ റേഞ്ച് കുറക്കാൻ പറഞ്ഞു, പിന്നെ പ്രോക്സീസിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നത് നിർത്തണമെന്ന് പറഞ്ഞു. ഇപ്പോൾ റെഷീം ചേഞ്ച് ആയിരിക്കുന്നു. ഈ റെഷീം ചേഞ്ച് എന്ന് പറഞ്ഞ ഭരണവാഴ്ച മാറ്റം ആയിരുന്നുവല്ലോ 2003 ഇറാഖിനെതിരെ. ഇറാഖിൻ്റെ കൈവശം സമൂല നശീകരണ ആയുധങ്ങളുണ്ട് എന്ന് പറഞ്ഞായിരുന്നു യുദ്ധം. അന്ന് ജോർജ് ബുഷിനോട് അമേരിക്കയുടെ സഹകാരികളായിട്ടുള്ള രാഷ്ട്രങ്ങളും അല്ലാത്തവരും ഒക്കെ പറഞ്ഞു, ഇറാഖിൻ്റെ കൈവശം അത്തരത്തിലുള്ള ഒരു സമ്പൂർണ്ണ നശീകരണ ആയുധങ്ങളും ഇല്ല. അത് നമ്മൾ കാണുകയും ചെയ്തു. ആകെ 50കളിലും 60കളിലുമൊക്കെ സോവിയറ്റ് യൂണിയൻ കൊടുത്ത സ്കഡ് മിസൈലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ജോർജ് ബുഷ് പറഞ്ഞത് എന്താണ്? ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് നോട്ട് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇല്ലാത്ത തെളിവുകൾ, കെട്ടിച്ചമച്ച തെളിവുകൾ ഉണ്ടാക്കിയാണ് അവിടെ ആക്രമിച്ചത്. അവിടെ ഭരണമാറ്റം ഉണ്ടായോ? ഭരണമാറ്റം ഉണ്ടായി. അവിടെ മൊത്തം അസ്ഥിരപ്പെട്ടു. അതിൽ നിന്ന് ഉയർന്നു വന്നതാണ് ഐസിസും IS-ഉം ഒക്കെ. ഇപ്പോഴും ഇറാൻ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ഭരണകൂടമല്ല. അത് കഴിഞ്ഞ് ലിബിയയിൽ ഭരണമാറ്റത്തിന് വേണ്ടി ശ്രമിച്ചു, ഗദ്ദാഫിയെ വധിച്ചു. അവിടെ ഇപ്പോൾ 2-3 യുദ്ധപ്രഭുക്കന്മാരും കുറേ ചോട്ടാ യുദ്ധപ്രഭുക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് അവിടെ ഒരു സ്റ്റേബിളായിട്ടുള്ള ഗവൺമെൻറ് ഉണ്ടായിരുന്നു ഗദ്ദാഫിയുടെ കാലത്ത്, എന്തൊക്കെ കുറ്റം പറഞ്ഞാലും. അപ്പോൾ ലിബിയ ഇങ്ങനെ കൂട്ടിച്ചോറാക്കി. സിറിയയിൽ അമേരിക്ക ഇടപെട്ടു, പിന്നീട് റഷ്യ ഇടപെട്ടു. 2024 ഡിസംബർ വരെ ഇപ്പോഴത്തെ ജൊലാനി എന്ന അഹമ്മദ് അൽ ഷാര, അദ്ദേഹം പേര് മാറ്റി, അദ്ദേഹം അബൂബക്കർ അൽ ബാഗ്ദാദി സിറിയയിലേക്ക് അയച്ച ISIS കമാൻഡറായിരുന്നു. അദ്ദേഹം ഭരിച്ചിരുന്നൊരു പ്രവിശ്യ ഉണ്ടായിരുന്നു തുർക്കിയുടെ സഹായത്തോടെ, തികഞ്ഞ ISIS ഭരണമായിരുന്നു. അദ്ദേഹം ഭരണം പിടിച്ചപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ട്രംപിൻ്റെയും മുഹമ്മദ് ബിൻ സൽമാൻ്റെയും ഒക്കെ കൂടെ നിൽക്കുന്ന ഫോട്ടോ, വാട്ട് എ സ്മാർട്ട് ഗായ് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഒരൊറ്റ ഏതാനും ദിവസങ്ങൾക്കകം 10 മില്യൺ ബൗണ്ടി പ്രഖ്യാപിച്ച ഷാര
അഭിവന്ദ്യനായി പ്രിയഭാജനമായി അമേരിക്കയ്ക്ക് അങ്ങനത്തെ ധാർമ്മികതയും ഒരു നൈതികതയും ഒന്നുമില്ല. ഇപ്പോൾ ഇറാൻ്റെ കാര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം റെജീം ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ 79 മുതൽ നിലനിന്നു പോരുന്ന ഭരണകൂടത്തിൻ്റെയും അതിൻ്റെ നേതാക്കളുടെയും ശിരച്ഛേദമാണ്, അവരുടെ സമൂല നാശമാണ്. അങ്ങനെ സമൂല നാശം വരുന്ന ഒരു രാഷ്ട്ര വ്യവസ്ഥ, ആ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നവർ അവർക്ക് സാധ്യമാകുന്ന എല്ലാ ഫോഴ്സും ഉപയോഗിച്ച് അവരെന്തായാലും കൊല്ലപ്പെടും, അല്ലെങ്കിൽ അവരുടെ ഭരണം പിഴുതെറിയപ്പെടും എന്നുള്ളപ്പോൾ അവർക്ക് എന്തൊക്കെയാണോ ബാക്കിയുള്ളത് അതെല്ലാം പ്രയോഗിക്കുന്ന തരത്തിലേക്കാണ് അവരുടെ ഒരു മനസ്ഥിതി മാറുക. അതുകൊണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളെന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാനോട് അന്നും ഇന്നും എന്നും മമതയില്ല. അവിടെ സമാധാനപൂർവം അവരുടെ അനുസരിച്ചുള്ള ഒരു ഭരണമാറ്റം നടക്കുകയും അവിടെ അവർക്ക് താല്പര്യമുള്ള ഒരു ഭരണകൂടം വരികയും ചെയ്താൽ അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ഗൾഫ് രാജ്യങ്ങൾ ഈ ഇറാനെതിരെയുള്ള സൈനിക നടപടി അരുത് അത് അപകടകരമാണ് എന്ന് പറയാൻ കാരണം ഇറാൻ നടത്തിയേക്കാവുന്ന ഈ ഗൾഫ് മേഖലയിലുള്ള ഈ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും ഒക്കെ നേരെ നടത്തിയേക്കാവുന്ന ആക്രമണങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഭയന്നിട്ടാണ്. അല്ലാതെ ഗൾഫ് മേഖല അതീവ സുരക്ഷിതവും അതീവ ഭദ്രവും ഇറാൻ്റെ ഒരൊറ്റ ഡ്രോൺ പോലും ഗൾഫ് വ്യോമ മേഖലയുടെ പരിധി ലംഘിച്ച് വരുന്നില്ലെങ്കിൽ ഇതേ ഗൾഫ് രാജ്യങ്ങളായിരിക്കും ഏറ്റവും അധികം സന്തോഷിക്കുക ഇസ്രായേലിൻ്റെ കൂടെ. കാരണം 2020 ട്രംപിൻ്റെ കാർമ്മികത്വത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള UAEയും ബഹ്റൈനും അറബ് രാജ്യങ്ങളായിട്ടുള്ള സുഡാനും മൊറോക്കോയും ഒടുവിൽ സൗദി അറേബ്യ വരെ അവസാനഘട്ട ചർച്ചകൾ ഇസ്രായേലിൻ്റെ കൂടെ നടത്തി ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യാൻ ശ്രമിച്ചു. 4 രാജ്യങ്ങൾ നോർമലൈസ് ചെയ്തു. സൗദി അറേബ്യ അതിൻ്റെ വക്കത്തെത്തിയതോടുകൂടിയാണ് ഹമാസ് അവിടെ 2023 ഒക്ടോബർ 7 ആക്രമണം നടത്തുന്നത്. ആ ഹമാസിൻ്റെ ആക്രമണം നടന്നില്ലായിരുന്നുവെങ്കിൽ സൗദി അറേബ്യയും നോർമലൈസ് ചെയ്യുമായിരുന്നു. ഈ നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ വെറും നോർമലൈസേഷൻ അല്ല, അത് വെറും സ്വാഭാവിക നയതന്ത്ര പ്രക്രിയ മാത്രമല്ല, ഇൻ്റലിജൻസിൻ്റെയും ഡിഫൻസിൻ്റെയും ഒക്കെ കോപ്പറേഷനാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ആ മിഡിൽ ഈസ്റ്റിൽ ആകെയുള്ള ഒരു പ്രതിബന്ധം ഇറാൻ മാത്രമാണ്. ഈ സൗദി ആവട്ടെ, അതുപോലെ ഖത്തറാവട്ടെ, അല്ലെങ്കിൽ UAE ആവട്ടെ, ബഹ്റൈൻ ആവട്ടെ, മറ്റ് രാജ്യങ്ങളൊന്നും അമേരിക്ക പറഞ്ഞതിനപ്പുറം ഒരു വര മുന്നോട്ട് പോവില്ല. അവർക്ക് ഇസ്രായേലുമായിട്ട് നോർമലൈസ് ചെയ്താൽ ഇസ്രായേൽ കടന്നാക്രമിക്കരുത് എന്ന ഒരു ഗ്യാരണ്ടി മാത്രമേ അവർക്ക് വേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വരാം ശ്രീ ഷിനാസ്. ഡോക്ടർ വിൻസെന്റ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ഷിനാസ് പറഞ്ഞ അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ആത്യന്തികമായി എല്ലാവർക്കും ജീവൻ, തൊഴിൽ, സാമ്പത്തികം, ഇതൊക്കെയാണല്ലോ പ്രധാനമായി വരിക. രാജ്യങ്ങൾ അങ്ങനെയാണല്ലോ നോക്കുക. അങ്ങനെയാണെങ്കിൽ കുവൈറ്റ്, സൗദി അറേബ്യ, ദുബായ്, അബുദാബി, അവരുടെയൊക്കെ ഈ സൈനിക താവളങ്ങൾ, അമേരിക്കൻ ബേസുകളൊക്കെ ഇറാൻ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്ന ജീവനുകൾ സാധാരണക്കാരുടേതാകുമ്പോൾ അവിടുത്തെ സാധാരണക്കാരും കൂടി ഇറാനെതിരെ തിരിയുന്നു എന്ന ഒരു ചിത്രമുണ്ടാകുമെന്ന് കരുതുന്നു ട്രംപ് എങ്കിൽ, ഇസ്രായേൽ അങ്ങനെ കരുതുന്നുവെങ്കിൽ, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ഈവൻ ഇന്ത്യക്കാർക്കും മലയാളികൾക്കും വരെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണല്ലോ. അതിന് കാരണക്കാരാരാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ വലിയ വിശാലമായ രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ ചിന്ത മാറുമോ, അതോ ഇറാനെതിരെ തിരിയുന്ന ഘട്ടം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ അമേരിക്ക? അല്ല, ഗൾഫ് മേഖലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വ്യത്യസ്തമായൊരു ചിത്രമാണ് നമുക്ക് കിട്ടുക. അവിടെ ഗൾഫ് രാജ്യങ്ങൾ, ഗൾഫ് മേഖലയിലെ എണ്ണസമ്പന്നമായ അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ മറ്റൊരു രൂപത്തിലാണ് കാണേണ്ടത്. അതിനകത്ത് ഒരു ഐഡിയോളജിക്കൽ വാർ ഉണ്ട്, പ്രത്യയശാസ്ത്ര യുദ്ധമുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവം നടന്ന സമയത്ത് അന്നത്തെ ആയത്തുള്ള ഖമൈനി സൗദി അറേബ്യൻ ഭരണകൂടത്തെ വിളിച്ചത് സ്റ്റൂജസ് ഓഫ് സാത്താൻ എന്നാണ്, സാത്താൻ്റെ കിങ്കരന്മാർ എന്നാണ്. അമേരിക്ക അവർ വിളിച്ചത് സാത്താൻ എന്നാണ്.
എന്ന് വെച്ചാൽ അമേരിക്ക എന്ന സാത്താനും അവരുടെ കിങ്കരന്മാരുമാണ് ഗൾഫിലെ രാജ്യങ്ങൾ എന്ന് വിമർശിക്കുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാനിൽ നിന്നുള്ള ഷിയ വിശ്വാസികൾക്ക് ഹജ്ജ് നടത്തുന്നത് നിരോധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പിന്നീട് നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെട്ടപ്പോഴാണ് ഇറാനിയൻ മുസ്ലിമുകൾക്ക്, ഷിയ മുസ്ലിമുകളാണ് ഭൂരിപക്ഷവും, അവർക്ക് ഹജ്ജ് നടത്താൻ പോലും ഉണ്ടായ സാഹചര്യമുണ്ടായത്. അപ്പോൾ സൗദി അറേബ്യ ഇറാൻ ശീതയുദ്ധത്തിൻ്റെ പശ്ചാത്തലം ഷിയ സുന്നി സംഘർഷവും അതോടൊപ്പം സൗദി അറേബ്യയിലെ രാജഭരണം അനിസ്ലാമികമാണ് എന്ന ആയത്തുള്ള ഖമേനിയുടെ വിമർശനവും അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഈ സംഘർഷത്തോടൊപ്പം തന്നെയാണ് സാമ്പത്തിക കാരണങ്ങൾ വരുന്നത്. ജിയോ പൊളിറ്റിക്സ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഗൾഫ്, പേർഷ്യൻ ഉൾക്കടലും ഒമാൻ ഉൾക്കടലും ചേർന്ന ഒരു ഇക്കോസിസ്റ്റമാണ് അവിടെയുള്ളത്. ഈ രണ്ട് ഉൾക്കടലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് വളരെ തന്ത്രപ്രധാനമായൊരു മേഖലയാണ്. 33 കിലോമീറ്റർ മുതൽ 54 കിലോമീറ്റർ വരെ മാത്രം വീതിയുള്ള ഒരു നേരിയ കടലിടുക്കാണ്. അതിലൂടെയാണ് ഗൾഫ് എണ്ണ സമ്പന്ന രാഷ്ട്രങ്ങളുടെ മുഴുവനും എണ്ണ കടന്നു പോകുന്നത്. ലോകത്തിലെ മൊത്തം എണ്ണയുടെ 20% ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. എക്കാലത്തും ഈ മേഖലയിലെ കപ്പൽ ഗതാഗതത്തെ നിർണായകമായി നിയന്ത്രിക്കാനുള്ള ശേഷി ഇറാനുണ്ട്. ഇതാണ് ഗൾഫ് രാജ്യങ്ങളെ സങ്കടപ്പെടുത്തുന്ന, അവരുടെ ദേശ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോഴും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട പ്രതിസന്ധി അതാണ്. അപ്പോൾ ഇറാൻ്റെ നാവിക ശേഷി, ഇപ്പോൾ ഈ സംഘർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റഷ്യയുമായി ചേർന്ന് ഒരു നാവിക അഭ്യാസം ഈ മേഖലയിൽ ഇറാൻ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇറാൻ്റെ ഈ ശേഷി ഗൾഫിലെ സമ്പന്ന രാഷ്ട്രങ്ങൾക്ക് എന്നും ഒരു ത്രെട്ടാണ്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ അവർക്ക് അമേരിക്കൻ ആശ്രിതത്വം അല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഈ പ്രത്യയശാസ്ത്ര ഭിന്നത, അതായത് ഷിയ സുന്നി സംഘർഷവും മറ്റ് വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഒരു കറതീർന്ന സൗഹൃദത്തിലേക്ക് ഗൾഫിലെ അറബ് സുന്നി രാജ്യങ്ങളും ഷിയ രാജ്യമായ ഇറാനും മാറണം. അത്തരത്തിലുള്ള ഒരു സാധ്യത നമുക്ക് ഒരു വിദൂര സാധ്യതയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ആന്തരിക വൈരുദ്ധ്യത്തെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന കൊളോണിയൽ പോളിസിയുടെ സ്ഥാനത്ത് ഡിവൈഡ് ആൻഡ് ഡിസ്ട്രോയ്, പരസ്പരം തമ്മിലടിപ്പിച്ച് നശിപ്പിക്കുക എന്നുള്ള തന്ത്രത്തിലേക്ക്, സാമ്രാജ്യത്വ തന്ത്രത്തിലേക്ക് ഇസ്രായേലും അമേരിക്കയും മാറുന്നത്. അതോടൊപ്പമാണ് ഇറാൻ ആ മേഖലയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള പ്രോക്സികൾ. ലിറാറ് സൂചിപ്പിച്ചതുപോലെ അത് ഹൂത്തികളുണ്ട്, ഹിസ്ബുള്ളയുണ്ട്, ഹമാസും ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദുണ്ട്, ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റെസിസ്റ്റൻസ് ഫ്രണ്ട് ഉണ്ട്. ഇതിനൊക്കെ ആവശ്യമായ SRBMs, ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇറാനാണ്. അപ്പോൾ ഇറാൻ്റെ ഇത്തരമുള്ള പ്രോക്സികളെ തകർക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ പ്രോക്സികൾ മാത്രമല്ല, 3 രാജ്യങ്ങളാണ് അവിടെ ഷിയ ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. ഇറാഖ് ഷിയ ഭൂരിപക്ഷ രാജ്യമാണ്, സിറിയ ഇറാഖ് ഭൂരിപക്ഷ രാജ്യമാണ്, ഇറാൻ ഷിയ ഭൂരിപക്ഷ രാജ്യമാണ്. അവിടെ സിറിയയിൽ മാത്രമുള്ള ഒരു അവസ്ഥ എന്താ വെച്ചാൽ 75% സുന്നികളാണ് അവിടെ ഉള്ളതെങ്കിൽ 25% വരുന്ന ഷിയാക്കളുടെ ഒരു ഭരണകൂടമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഭരണകൂടത്തെ ഈ ഷിയ സുന്നി സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യാനും അമേരിക്കയ്ക്ക് സാധിച്ചു. അപ്പോൾ ഈ 3 രാജ്യങ്ങളും അതിൻ്റെ പ്രോക്സികളും ചേർന്ന ഒരു ഇക്കോസിസ്റ്റത്തെ ഏറെക്കുറെ ദുർബലപ്പെടുത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചു. ഇത്തരം സംഘർഷങ്ങളിൽ എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ കൂടെ തന്നെ നിൽക്കേണ്ടി വരുന്നത്? കാരണം അവർ അമേരിക്കയുടെ സംരക്ഷിത രാജ്യങ്ങളാണ്. എല്ലാ അർത്ഥത്തിലും അമേരിക്കൻ സംരക്ഷിത രാജ്യങ്ങളാണ്. അവരുടെ ആ രാജ്യത്തിൻ്റെ സൈനിക ലക്ഷ്യങ്ങളും അതുപോലെ സാമ്പത്തിക താല്പര്യങ്ങളും എന്തിനേറെ മതപരമായ താല്പര്യങ്ങൾ പോലും അമേരിക്കയുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് 1979 ഒട്ടൈബിയുടെ നേതൃത്വത്തിൽ മക്ക പിടിച്ചെടുത്ത ഒരു തീവ്രവാദാക്രമണം ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഗ്രാൻഡ് മോസ്ക് അവരുടെ കയ്യിലായിരുന്നു. അന്ന് തുടങ്ങി അത് ലിബറേറ്റ് ചെയ്യുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ സഹായവും അന്ന് ഉണ്ടായി. ഇസ്രായേലി കമാൻഡോകളടക്കം അതിൽ പങ്കെടുക്കുകയുണ്ടായി. അങ്ങനെ ഒട്ടേബിയുടെ വിപ്ലവത്തെ അടിച്ചമർത്തി. അതിനുശേഷം യഥാർത്ഥത്തിൽ ഹജ്ജ് കർമ്മം പോലെയുള്ള കർമ്മങ്ങൾ നടത്തുന്നതിൽ പോലും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ഇൻ്റലിജൻസിൻ്റെ സഹായം സൗദി അറേബ്യയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സൗദി അറേബ്യയുടെ സ്റ്റാറ്റസ് തന്നെ പ്രൊട്ടക്ടർ ഓഫ് ദി ഹോളി സാങ്ച്വറീസ് ഓഫ് ഇസ്ലാം എന്നുള്ളതാണ്. മക്കയും മദീനയും അടങ്ങുന്ന ഈ 2
2 വിശുദ്ധ സാങ്ച്വറികളുടെ സംരക്ഷകരെന്നാണ്. ആ സംരക്ഷണം ഉറപ്പുവരുത്താൻ സൗദി അറേബ്യയ്ക്ക് കഴിയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പിന്തുണ കൊണ്ട് കൂടിയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഇത്തരം ഘടകങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ ഈ രാജ്യങ്ങളുടെ അമേരിക്കൻ ആശ്രിതത്വം ഏറെക്കുറെ സമ്പൂർണ്ണമാണ്. അതിനിടയ്ക്കാണ് ഈ മേഖലയുടെ ഈ രാജ്യങ്ങളിലാണല്ലോ അമേരിക്കൻ സൈനിക താവളം ഉണ്ടാകുന്നത്. അവിടേക്ക് ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഖത്തറിൻ്റെയും UAE-യുടെയും ബഹ്റൈൻ്റെയും സൗദി അറേബ്യയുടെയും പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണം തന്നെയാണ്. അപ്പോൾ ആ രാജ്യങ്ങൾ ഇറാനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. പുതിയ തരത്തിലുള്ള അലൈൻമെൻറ്റ് അവിടെ ഉണ്ടായി വരാനും സാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റൂൾസ് ബേസ്ഡ് ഇൻ്റർനാഷണൽ സിസ്റ്റം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മൈറ്റ് ഈസ് റൈറ്റ് എന്നുള്ളതാണ്. ശക്തിയുള്ളവൻ പറയുന്നതാണ് നിയമം. അപ്പോൾ ട്രംപ് പറയുന്നതാണ് നിയമം എന്നുള്ള നിലയ്ക്ക് ലോകക്രമം മാറിയത് നമ്മൾ സങ്കടപൂർവ്വം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ മേഖലയിൽ പശ്ചിമേഷ്യൻ കാര്യങ്ങളെ ഇനി നിർണ്ണയിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലുമായിരിക്കും. അതിൽ തന്നെ ഇസ്രായേലിന് പ്രധാനപ്പെട്ട റോൾ ഉണ്ടാവും. അപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ തീർച്ചയായിട്ടും അവിടെ പ്രയോഗിക്കപ്പെടും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അതിൽ നിന്നുള്ള ചില കുതറലുകൾ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെയാണ് അമേരിക്കയിൽ നിന്ന് പുറത്ത് ഞങ്ങൾക്കും ചില സാധ്യതകൾ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് സൗദി അറേബ്യ പാകിസ്ഥാൻ ഒരു സൈനിക സഹകരണ കരാറുണ്ടാകുന്നത്. അതൊരു ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. ഈ ഇരു രാജ്യങ്ങൾ ഏതെങ്കിലും ഒന്നിനെ മറ്റേതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ അത് 2 രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണമായി കണക്കാക്കുമെന്നുള്ള തരത്തിൽ ഒരു സൈനിക സഖ്യം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ആ ഘട്ടത്തിലാണ്. ഇത് പക്ഷേ ഇന്ത്യൻ താല്പര്യങ്ങളെയും വിരുദ്ധമായി ബാധിക്കുന്ന ഒന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ വൻശക്തി രാജ്യങ്ങളുടെയും ആ രാജ്യങ്ങളിലുള്ള ചെറു രാജ്യങ്ങളുടെയും ഒക്കെ ദേശ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും ഇനി അവർ നിലപാടെടുക്കുക. അപ്പോൾ ഏത് തരത്തിലാണ് ഇനി അവിടെ അലൈൻമെന്റ് രൂപപ്പെടുക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നൈതികത, അന്താരാഷ്ട്ര മൂല്യങ്ങൾ, ഇന്റർനാഷണൽ സിസ്റ്റം, ഇങ്ങനെയുള്ള സങ്കല്പങ്ങളെല്ലാം പോയി. അപ്പോൾ അങ്ങനെ ശക്തിയുള്ളവൻ വാഴുന്ന ഒരു ഘോര കാന്താരമായി ആ പ്രദേശം മാറി ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലോകം മുഴുവൻ അങ്ങനെ മാറുമ്പോഴും ഇന്ത്യയുടെയൊക്കെ സ്റ്റാൻഡ് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിടത്തുനിന്ന് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ. അത് ഇന്ത്യയും മാറിയല്ലോ. അതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ നിന്ന് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അതിലേക്ക് വന്നില്ല. അത് ഞാൻ തന്നെയാണ് കാരണം. ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് അത് വരാം. പക്ഷേ ഡോക്ടർ ലിറാർ, നോക്കൂ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ ഗൾഫ് മേഖലയിൽ യുദ്ധം ഇങ്ങനെ വ്യാപിക്കാൻ ഇടയായാലുള്ള സാഹചര്യം, അത് അവിടുത്തെ ജനങ്ങളെ, അവിടുത്തെ ഭരണകൂടങ്ങളെയൊക്കെ ഏത് തരത്തിലാണ് കാര്യങ്ങളെ മുന്നോട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ അവരുടെ പ്രതികരണങ്ങളെ സ്വാധീനിക്കുക എന്നൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. അക്കാര്യത്തിൽ ഈ ഇസ്രായേലിലും അമേരിക്കയിലും ഉള്ള വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ഒക്കെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണെന്നും അവിടുത്തെ ജനങ്ങളുടെ തീരുമാനങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്നും ഒക്കെയുള്ള ഒരു വിലയിരുത്തലുകൾ പലയിടത്തും കണ്ടു. നവംബറൊക്കെ ആകുമ്പോഴേക്കും അമേരിക്കയിൽ ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട്. അത് ട്രംപിനെ നേരിട്ട് ബാധിക്കുന്നതല്ലെങ്കിലും ട്രംപിൻ്റെ സ്വാധീനത്തെ കുറയ്ക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് അവിടെ ഉണ്ടാകുക. അപ്പോൾ അതിനിടയിലൊരു യുദ്ധം ഈ രീതിയിൽ ഇറാനെ ഒന്ന് ചങ്ങലക്കിടാൻ സാധിച്ചാൽ, ഇറാനെ പൂർണ്ണമായി ഒരു റെഷീം ചേഞ്ച് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചാൽ, അത് ട്രംപിന് സാമ്പത്തികമായി ഉണ്ടാകുന്ന ഗുണത്തിന് പുറമെ രാഷ്ട്രീയ ഗുണമായിട്ടും കൂടി മാറും എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ നെതന്യാഹുവിനും ഉണ്ടാക്കാൻ പോകുന്ന ലാഭങ്ങൾ, ഇതുമൊക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ലിറാർ അതിനെങ്ങനെ കാണുന്നു? നമ്മൾ ഈ വിഷയത്തെ അമേരിക്കക്കും അതേപോലെ ഇസ്രായേലിനും, അല്ലെങ്കിൽ അമേരിക്കക്കും ഇസ്രായേലിനും കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ട്രംപിനും നെതന്യാഹുവിനും എത്രത്തോളം ഈ ഒരു യുദ്ധത്തിൽ ലാഭമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൻ്റെ പരിണിത ഫലമായിട്ട് അവർക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞു അന്തർദേശീയ സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ UN അടക്കമുള്ള സംഘടനകളുടെ ഇടപെടലോ അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ട് അമേരിക്ക അകത്ത് തന്നെ വരുന്ന സമ്മർദ്ദങ്ങളോ പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ ഇതിനൊന്നും പ്രത്യേകിച്ച് വലിയ റോളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ സംസാരിച്ച രണ്ടുപേരും പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു റൂൾ ബേസ്ഡ് സിസ്റ്റം അല്ല ആക്ച്വലി. അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോൾ മൈറ്റ് ഈസ് റൈറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു ആഗോളക്രമം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രംപിനും നെതന്യാഹുവിനും അവരെ സംബന്ധിച്ചിടത്തോളം മൂല്യങ്ങൾക്കും അതിനൊന്നും പ്രത്യേകിച്ച് ധാർമ്മികതക്കൊന്നും വലിയ പ്രസക്തിയോ പ്രാധാന്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ സംഭവിക്കാൻ പോകുന്നത് നഷ്ടം എന്ത് തന്നെയാലും ഈ പറഞ്ഞ പശ്ചിമേഷ്യയിലെ ഏതാണ്ട് മുഴുവൻ രാഷ്ട്രങ്ങൾക്കും തന്നെയാണ് ആത്യന്തികമായിട്ട് ഇതിൽ നഷ്ടം വരാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു മേഖലയുടെ ചരിത്രം തന്നെ പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാവും. ഏതാണ്ട് ഗൾഫ് മേഖല ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രങ്ങളും ഏതാണ്ട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സംഘർഷ ഭൂമിയായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് പശ്ചിമേഷ്യ. അത് 1948 ഇസ്രായേലിൻ്റെ ഫോർമേഷന് ശേഷം
അറബ് ഇസ്രായേലി കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം നേരത്തെ ഈജിപ്ത്, സിറിയ, ജോർദാൻ, ലെബനോൻ, ഇറാഖ് ഇവരെല്ലാം പലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങളെല്ലാം ഇപ്പോഴും ഇസ്രായേലുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുന്ന സിറ്റുവേഷൻ. അതിനുശേഷം പിന്നീട് വ്യത്യസ്ത സമയങ്ങൾ ഇറാൻ ഇറാഖ് യുദ്ധം നടക്കുന്നു 80 മുതൽ 88 വരെ. കുവൈത്ത് പിന്നീട് യുദ്ധത്തിലേക്ക് വലിച്ചഴക്കപ്പെടുന്നു 91. പക്ഷെ അതിനുശേഷം പിന്നീട് നമുക്ക് ഗൾഫ് മേഖല അങ്ങനെ സംഘർഷത്തിൽപ്പെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അതേസമയം ബാക്കി രാഷ്ട്രങ്ങളൊക്കെ ഈ മേഖലയിൽ ലെബനോനും അതേപോലെ ഈ ഇറാഖ്, യമൻ ഇതൊക്കെ പലപ്പോഴായിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെൽസിൽ ഇസ്രായേലിൻ്റെ ആക്രമണം നേരിട്ട രാഷ്ട്രങ്ങളാണ്, അല്ലെങ്കിൽ അമേരിക്ക അടക്കമുള്ള സഖ്യ രാഷ്ട്രങ്ങളുടെ ബോംബാർഡ്മെൻറ്റ്സ്. അത് വ്യത്യസ്ത പേരുകളിൽ നേരത്തെ വിൻസെൻ്റ് മാഷൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ, അതേപോലെ ഷിനാസ് സാറൊക്കെ പറഞ്ഞു അമേരിക്ക ഈ ഇറാഖിൻ്റെ കയ്യിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇറാഖിൽ നടത്തിയ നാശനഷ്ടങ്ങളൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്. അപ്പം ഈ ഒരു മേഖലയെ അസ്ഥിരപ്പെടുത്തുക, അതുപോലെ തന്നെ ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ പുതിയൊരു വേർഷനായിട്ടുള്ള ഡിവൈഡ് ആൻഡ് ഡിസ്ട്രോയ് എന്നുള്ളൊരു സ്ട്രാറ്റജിയിലേക്ക് വിൻസെൻ്റ് മാഷ് പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു രീതിയിലാണ് അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് പോകുന്നത്. അതുവഴി അവരുടെ താല്പര്യം, അവരുടെ രാഷ്ട്രീയമായിട്ടും അതിലേറെ സാമ്പത്തികമായിട്ടുള്ള താല്പര്യം സംരക്ഷിക്കുക, അതിൻ്റെ കൂടെ തന്നെ പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്നുകൂടി നമുക്ക് വ്യക്തമായിട്ട് പറയേണ്ടി വരും. ഇസ്രായേൽ എന്ന് പറയുമ്പം അമേരിക്കയിലുള്ള ഇസ്രായേൽ ലോബിയുടെ അല്ലെങ്കിൽ ജൂയിഷ് ലോബിയുടെ താല്പര്യങ്ങൾ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു അവരുടെ താല്പര്യത്തിന് വിഘാതമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ത്രട്ട് എന്ന് തോന്നുന്ന രാഷ്ട്രങ്ങളെ തുടച്ചു നീക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസിനെല്ലാം തകർക്കുക എന്നുള്ളത് വർഷങ്ങളായിട്ട് അമേരിക്കയുടെയും പ്രത്യേകിച്ച് ഇസ്രായേലിനും ഒരു പോളിസിയുടെ ഭാഗമാണ്. അത് ഇസ്രായേൽ എന്ന രാഷ്ട്രം ഫോം ചെയ്ത അന്ന് മുതൽ നമ്മൾക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് 56 യുദ്ധത്തിൽ, അതേപോലെ 67 6 ഡേ വാർ, വെറും 6 ദിവസം കൊണ്ടാണ് ഇസ്രായേൽ ഈജിപ്തിൻ്റെയും അതേപോലെ സിറിയ, ജോർദാൻ പോലത്തെ രാഷ്ട്രങ്ങളുടെ എയർ ബേസുകളെ പൂർണ്ണമായിട്ട് തകർത്ത്, അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ അവർക്ക് ഒരുപാട് ടെറിറ്ററീസ് എല്ലാം നഷ്ടപ്പെട്ട്, എത്രത്തോളം പറഞ്ഞാൽ ഈജിപ്തിൻ്റെ സിനായ് പെനിൻസുല നഷ്ടപ്പെടുന്നു, സിറിയക്ക് ഗൊലാൻ ഹൈറ്റ്സ് പോകുന്നു. അത് പിന്നീട് 981 ഇസ്രായേൽ ഒഫീഷ്യലി അവരുടെ ടെറിറ്ററി ആയിട്ട് അനക്സേഷൻ നടത്തുന്നു. ജോർദാൻ, വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള ടെറിറ്ററി നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ എപ്പോഴൊക്കെ ഇസ്രായേൽ അവർക്കൊരു ത്രെട്ട് എന്ന് തോന്നുന്ന സിറ്റുവേഷൻ വരുന്നു, അതൊക്കെ അവർ ആക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കറിയാം ഈ അയൽ രാഷ്ട്രങ്ങൾ ശേഷം പിന്നീട് ഇറാഖിൽ 981 ഒരു അധിനിവേശം നടക്കുന്നുണ്ട്. ഈ 981 പ്രത്യേകത 980 മുതൽ 81 വരെ ഇറാനും ഇറാഖും കണ്ടിന്യൂസ് ആയിട്ട് 8 വർഷം യുദ്ധം ചെയ്യുന്നുണ്ട്. ആ യുദ്ധത്തിൽ അമേരിക്കയുടെയും അതേപോലെ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ സപ്പോർട്ട്, പൂർണ്ണ പിന്തുണ, സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പിന്തുണ ഇറാനെതിരായിരുന്നു. കാരണം ഇറാനിൽ ഒരു ഇസ്ലാമിക് റെവല്യൂഷൻ നടന്ന് ഒരു കോണ്ടെക്സ്റ്റ് ആയിരുന്നു. അപ്പം ആ ഒരു റെവല്യൂഷൻ നൈബറിംഗ് അറബ് കൺട്രീസിലേക്കും കൂടി സ്പ്രെഡ് ചെയ്യുമെന്നുള്ള ഭയം സ്വാഭാവികമായിട്ടും ആ ഒരു കോണ്ടെക്സ്റ്റിൽ അറബ് രാഷ്ട്രങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഗൾഫ് രാഷ്ട്രങ്ങൾക്ക്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അവർ സദ്ദാം ഹുസൈനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് പോലും 8 വർഷം അവർ ഇറാഖുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഒരു പുതിയ ഭരണ വ്യവസ്ഥയിൽ പോലും അവർക്ക് നഷ്ടപ്പെട്ട ടെറിറ്ററീസ് എല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റി. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു യുദ്ധത്തിൽ അമേരിക്കൻ സപ്പോർട്ടോടുകൂടി സദ്ദാം ഹുസൈൻ്റെ ഇറാൻ ആക്രമിക്കുന്ന കോണ്ടെക്സ്റ്റിൽ പോലും 981 അല്ലെങ്കിൽ 83 എന്ന് തോന്നുന്നു ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ വന്നിട്ട് ഇറാഖിൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എല്ലാം തകർക്കുന്നുണ്ട്. ഓപ്പറേഷൻ ഓപ്പറ എന്നാണ് തോന്നുന്നത് അതിന് കൊടുത്ത പേര്. അപ്പോൾ അന്ന് മുതൽ തന്നെ ഇസ്രായേൽ എന്ന രാഷ്ട്രം അവർക്ക് ഭീഷണി തോന്നുന്ന, അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ സെക്യൂരിറ്റിക്ക് ഒരു ത്രെട്ട് വരുന്ന എന്ന് തോന്നിക്കുന്ന രാഷ്ട്രങ്ങൾ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ത്രെട്ട് ആവുമെന്ന് തോന്നിക്കുന്ന രാഷ്ട്രങ്ങൾ, അത് അവർ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കിക്കോട്ടെ, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തിയാലും ഇല്ലെങ്കിലും അവർക്ക് ത്രെട്ട് എന്ന് തോന്നുന്ന ഭരണകൂടങ്ങൾ അവർ അതാത് സമയത്ത് അട്ടിമറിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഇത്തരത്തിൽ അവിടെ ഇൻ്റർവെൻഷൻ നടത്തിയിട്ടുണ്ട്, ഇൻവേഷൻ നടത്തിയിട്ടുണ്ട്, ടെറിറ്ററീസ് അനക്സേഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സിറിയയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. സിറിയയിൽ ആരാണ് ഭരിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പം അൽഷാറയുടെ കാര്യം പറഞ്ഞു. പക്ഷേ സിറിയയുടെ ഏതൊക്കെ ടെറിറ്ററീസാണ് ആക്ച്വലി ഒരു ഒഫീഷ്യൽ ഭരണകൂടത്തിൻ്റെ കണ്ടുകൊള്ളുള്ളത്, ഏതൊക്കെ ടെറിറ്ററീസാണ് ഇസ്രായേൽ അനക്സേഷൻ നടത്തിയത്, ഒക്കുപ്പൈ ചെയ്തത്, ഇപ്പോഴും നമുക്കൊരു വ്യക്തതയില്ല. അതേപോലെ തന്നെ ലെബനൻ്റെ ഒരുപാട് ഭാഗങ്ങൾ അനക്സേഷൻ നടത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ, ഈ 2 രാഷ്ട്രങ്ങളും അമേരിക്കയും അതേപോലെ ഇസ്രായേലും ഈ പശ്ചിമേഷ്യയിൽ കടന്നു കയറി ഇറാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് രാഷ്ട്രങ്ങളായിക്കോട്ടെ അവർക്ക് ഭീഷണി തോന്നുന്നു, ഇറാഖ് ആയിക്കോട്ടെ, യമൻ ആയിക്കോട്ടെ, ലെബനാൻ ആയിക്കോട്ടെ, അതിൻ്റെ ഓരോരോ ന്യായങ്ങൾ അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നുകിൽ ഹിസ്ബുല്ല, ഹമാസ്, ഹൂത്തീസ് അടക്കമുള്ള നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ പ്രസൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇറാൻ്റെ ന്യൂക്ലിയർ എൻറിച്ച്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സദ്ദാമിൻ്റെ കാലത്തെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഏത് പേരിലാണെങ്കിലും ഇവർ ഇടപെട്ട ഏതെങ്കിലും ഒരു രാഷ്ട്രം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, താലിബാൻ്റെ പേര് പറഞ്ഞിട്ട്, ഇപ്പം നേരത്തെ വിയറ്റ്നാമിൻ്റെ പേര് പറഞ്ഞു വിൻസെൻ്റ് മാഷി, ഏതെങ്കിലും രാഷ്ട്രത്തിൽ, അതേപോലെ ലിബിയയുടെ കേസും പറഞ്ഞു, സിറിയൊക്കെ, അമേരിക്കയോ സഖ്യ രാഷ്ട്രങ്ങളോ ഒരു സിസ്റ്റം പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടോ ഡെമോക്രറ്റൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടോ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ WMD നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ ആംസ് പ്രോലിഫറേഷൻ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ എന്ത് പേരിലായിക്കോട്ടെ ഈ
രണ്ട് രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ ഇവിടെ സഖ്യ രാഷ്ട്രങ്ങൾ ഇടപെട്ട ഏതെങ്കിലും രാഷ്ട്രത്തിൽ ഇന്ന് പൊളിറ്റിക്കലി സ്റ്റേബിൾ ആണോ എന്ന് നമ്മളൊന്ന് അത് അവർ ഇടപെടുകയല്ലോ അവരാണല്ലോ നയിക്കുന്നത്, അവരാണല്ലോ തീരുമാനിക്കുന്നത്, അവരാണല്ലോ ഡിസൈൻ ചെയ്യുന്നത്, അവരാണല്ലോ തീരുമാനിക്കുന്നത്, അവരാണല്ലോ അത് വരുത്തുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവരുടെ ഇടപെടലിലൂടെ അതൊരു ജനാധിപത്യ ത്തിൻ്റെ ഒരു ജന്മം, ഒരു പുതിയ ജന്മം അവിടെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് സ്വപ്നം കാണാനാകുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഞാൻ അതിലേക്ക് വരാം. നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കാണുന്നത് കൂടി ഒന്ന് പറഞ്ഞു പോകുന്നതനുസരിച്ച് ചൈന പറഞ്ഞിട്ടുണ്ട് ഇനി ഇറാൻ്റെ സോവർണിറ്റിയും സെക്യൂരിറ്റിയും ടെറിട്ടോറിയൽ ഇൻ്റഗ്രിറ്റിയും റെസ്പെക്റ്റ് ചെയ്യണം എന്ന് ചൈന പറഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രാദേശിക TV റിപ്പോർട്ട് ചെയ്യുന്നത് ആയത്തുള്ള ഖൊമേനി അല്പസമയത്തിനകം ടെലിവിഷനിൽ വരും, അഭിസംബോധന ചെയ്യും എന്നൊക്കെയാണ്. ഇതൊക്കെ ഈ സാഹചര്യത്തിൽ വരുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകുന്നത് മാത്രമാണ്. യുദ്ധം തുടരുകയാണ്, ചർച്ചയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജമാലുദ്ദീൻ ഇപ്പോഴും നമ്മളോടൊപ്പം വീണ്ടും ചേരുകയാണ്. ജമാൽ, നോക്കുക, നമുക്കറിയാം ഇതൊരു സൈബർ യുദ്ധത്തിൻ്റെ കാലഘട്ടം കൂടിയാണ്. പ്രോപ്പഗണ്ട യുദ്ധം എന്നൊക്കെയാണ് ഡോക്ടർ വിൻസെൻറ്റും ഷിനാസും ലിറാറും ഒക്കെ അതിനെ വിളിക്കുക എന്നെനിക്ക് തോന്നുന്നു. അവരതിനെ വിശദീകരിക്കും. പക്ഷേ ടെലിവിഷനിലൂടെയൊക്കെ എങ്ങനെയാണ് ആളുകളോട് രാഷ്ട്ര നേതാക്കന്മാർ, യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർ സംസാരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ട്രംപ് വന്ന് സംസാരിച്ച് കഴിഞ്ഞു ഒരു ഘട്ടത്തിൽ. ഇനി വീണ്ടും ഇന്ന് നമ്മൾ ട്രംപിനെ വീണ്ടും കേൾക്കുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകളൊക്കെ. അതിനിടയിൽ ഖൊമേനിക്ക് അപകടം സംഭവിച്ചു, പരിക്ക് പറ്റി എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇറാനിൽ രാഷ്ട്രത്തലവൻ്റെ കൊട്ടാരം തന്നെ തകർത്തു എന്ന് പറഞ്ഞിട്ട് ഉള്ള ചിത്രങ്ങളൊക്കെ ഇതിനകം മാധ്യമങ്ങളിലൂടെ വന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഇപ്പോൾ ചിലയിടത്തൊക്കെ കാണുന്നത് ഖൊമേനി ടെലിവിഷനിലേക്ക് അല്പസമയത്തിനകം വരുമെന്നൊക്കെയാണ്. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ നമുക്കുണ്ടോ പറയാനായി? എങ്ങനെയാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ പൊതുവേ ഈ യുദ്ധത്തെ ഇപ്പോൾ കാണുന്നത് കാര്യങ്ങളെ? ഡോക്ടർ ലാൽ, അയത്തുള്ള അലി ഖൊമേനി മാധ്യമങ്ങളെ കാണും എന്ന തരത്തിൽ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് എന്തുമാത്രം വസ്തുതയുണ്ട്, എങ്ങനെ സ്ഥിരീകരിക്കാമെന്ന് സംബന്ധിച്ച ആശങ്ക അല്ലെങ്കിൽ എന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിനിടയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദുബായിലും ചില ഡ്രോൺ ആക്രമണങ്ങൾ നടന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. ദുബായ് പാം ജുമേരക്ക് സമീപം ജബലലി മേഖലയിൽ ചില ഡ്രോൺ ആക്രമണങ്ങൾ നടന്നു ആകാശത്ത് വെച്ചത്. പക്ഷേ അത് UAE പ്രതിരോധ മന്ത്രാലയം നിർവീര്യമാക്കി എന്ന സംബന്ധിച്ച റിപ്പോർട്ടുകൾ, അത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നതേ ഉള്ളൂ. ഒപ്പം തന്നെ കുവൈത്ത് വിമാനത്താവളത്തിലേക്ക് ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു, ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് കുവൈറ്റ് ജനറൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. കുവൈത്ത് വിമാനത്താവളത്തിലേക്കും ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ ദുബായിലെ തന്ത്രപ്രധാനമായ ചില സ്ഥലങ്ങളിലേക്കും ഇറാന്റെ ചില ഡ്രോൺ ആക്രമണങ്ങൾ വന്നിരിക്കുന്നു എന്നത് കൂടി ഏറെ ആശങ്കപ്പെടുത്തുകയാണ്. ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ കൂടുതൽ അരക്ഷിതാവസ്ഥയിലാക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങൾ. ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിലും ഖത്തറിലും അല്പസമയം മുമ്പ് ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഈ ഡ്രോൺ ആക്രമണങ്ങൾ, നേരത്തെ ഉണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾ ഇറാന്റെ ആക്രമണങ്ങൾ നിലക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ജമാൽ എപ്പോഴും വരുമ്പോഴും നമ്മളോട് ആളുകൾ ചോദിക്കുന്ന കാര്യം മലയാളികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവർക്ക് വിമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പല വിമാനങ്ങളും റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. രാത്രി 12 മണി വരെ വിമാന സർവീസ് റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ള മെസ്സേജുകളാണ് വിമാന കമ്പനികളിൽ നിന്ന് പലർക്കും കിട്ടിയിട്ടുള്ളത്. 12 മണിയോടുകൂടി കാര്യങ്ങൾ ശരിയാകുമെന്നൊക്കെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അവർ? അത്തരത്തിലേക്ക് ശരിയാകുമെന്ന് സത്യസന്ധമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. നിരവധിയായ കോളുകൾ വരുന്നു, അന്വേഷണങ്ങൾ വരുന്നു. പക്ഷേ ഇപ്പോൾ കുവൈത്ത് വിമാനത്താവളത്തിലേക്ക് കൂടി ഈ ഡ്രോൺ ആക്രമണം വന്നതോടുകൂടി ഈ ഗൾഫ് മേഖലയിലെ വ്യോമഗതാഗതം ഏതായാലും ഇന്നത്തേക്ക് പഴയ സ്ഥിതിയിലേക്ക് മാറില്ല എന്നതാണ് ഉറപ്പ്. പെട്ടെന്നൊന്നും ആ അവസ്ഥ മാറാൻ സാധ്യതയില്ല. ഗൾഫിലെ മലയാളികളൊക്കെ തന്നെയും ഏറെ ഭീതിയിലാണ്, ആശങ്കയിലാണ്. ഈ രാത്രി കഴിച്ചു കൂട്ടുക എന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലുമുണ്ട്. കാരണം ആ തന്ത്രപ്രധാനമായ സ്ഥലത്ത് താമസിക്കുന്ന ദുബായ് പാം ജുമേറയിൽ ഇപ്പോൾ ഡ്രോൺ ആക്രമണം നടന്നു എന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വരുന്നു. ആകാശത്ത് അത്തരത്തിലുള്ള ഈ ചില ഡ്രോൺ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെയും വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കടുത്ത ഭീതിയിലാണ് മലയാളികൾ മാത്രമല്ല ഈ രാജ്യത്ത് താമസിക്കുന്ന എല്ലാവരും. ഇത് ഗൾഫ് മേഖലയിലെ സാമ്പത്തികമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ സാമൂഹികമായ അവസ്ഥയെ തകിടം മറിക്കും. ഇത് വലിയ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നവരൊക്കെ തന്നെയും സംസാരിക്കുന്നത് ഈ യുദ്ധത്തെക്കുറിച്ചാണ്. എന്തായിരിക്കും ഇതിന്റെ ഒരു സ്ഥിതിഗതി, ഈ രാജ്യത്ത് ഇനി എങ്ങനെയായിരിക്കും ഈ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഇനിയും ഉണ്ടാകുമ്പോൾ? കാരണം ഈ
ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചാണ് തങ്ങൾ നടത്തുന്ന ആക്രമണം എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. പക്ഷെ ഇതിപ്പോൾ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് വരുന്നു എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്. അബുദാബിയിൽ മുസഫ ഭാഗത്താണ്, അതൊരു ജനവാസ കേന്ദ്രമാണ്. അവിടെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു സിവിലിയനാണ് മരിച്ചത്, പാകിസ്ഥാന്റെ സ്വദേശിയാണ് മരിച്ചത്. ദുബായിലാണെങ്കിൽ വളരെ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. കുവൈത്തിലാണെങ്കിൽ കുവൈത്ത് വിമാനത്താവളത്തിനകത്താണ് ഈ ആക്രമണം ഉണ്ടായത്. ഇതിൽ നേരെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് അധികൃതർ തന്നെ സ്ഥിരീകരിക്കുന്നു. ഖത്തറിലും അതുപോലെ തന്നെ ബഹ്റൈനിലെ ജുഫൈർ മേഖലയിലാണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഇത്തരത്തിൽ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടി ബോധപൂർവമാണോ എന്നറിയില്ല, പക്ഷെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒറ്റ കാര്യം കൂടി ഈ ഘട്ടത്തിൽ ജമാൽ, ഈ ബുർജ് ഖലീഫയെ കുറിച്ചുള്ള വാർത്ത നമ്മളിപ്പോൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതൊരു തരത്തിലൊരു വ്യാജ പ്രചരണമാണ്. ഈ സൈബർ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇത്തരത്തിൽ വ്യാജ വാർത്തകളും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ബുർജ് ഖലീഫ ഒഴിപ്പിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ജമാൽ അതൊന്ന് പറഞ്ഞോളൂ. അത്തരത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ നൽകിയിട്ടില്ല. ബുർജ് ഖലീഫയിൽ താമസിക്കുന്ന ചില ആളുകളെ നമ്മൾ നേരിട്ട് വിളിച്ചന്വേഷിച്ചപ്പോൾ തങ്ങൾക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ബുർജ് ഖലീഫയിൽ തന്നെയാണ് താമസിക്കുന്നത്. അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും തന്നെ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നത്. പക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള നിരവധിയായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം അധികൃതർ നൽകിയിട്ടുമില്ല. ഏതായാലും തൽക്കാലത്തേക്ക് ആ വാർത്ത വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പൊതുവിൽ പറയാനുള്ളത്. ശരി, വരാം ജമാലിലേക്കും വീണ്ടും കാര്യങ്ങൾക്കായി. എൻ ഷിനാസ്, നമ്മൾ ചർച്ച കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഷിനാസിന് ഡോക്ടർ വിൻസെന്റിനും ലിറാറിനും ഒക്കെ ഉണ്ടായ ബുദ്ധിമുട്ടുകളിൽ ക്ഷമിക്കുക. എനിക്ക് തോന്നുന്നു പ്രേക്ഷകരും ഈ ഘട്ടത്തിൽ എന്താണ് ഗൾഫ് മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ എടുക്കേണ്ടി വന്നത്. എൻ ഷിനാസ്, നോക്കൂ, ഈ ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഇറാനുമായി അമേരിക്കയൊക്കെ നടത്തുന്ന ചർച്ചകളിലൊക്കെ ഏത് നിലപാടാണ് എടുത്തിട്ടുള്ളതെന്നും ഒരു ഇടനില അവർ ഒരുക്കുകയൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ ട്രംപ് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് ഒമാൻ പറഞ്ഞതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ചൈനയുടെ പ്രസ്താവന നമ്മൾ കണ്ടു. നേരത്തെ ഇന്ത്യയുടെ പ്രസ്താവന ഞാൻ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് പ്രതികരിക്കാനുള്ള സമയവും ലഭ്യമായില്ല. ഈ ഘട്ടത്തിൽ ഷിനാസ് ഇത്തരം പ്രസ്താവനകളെയും സമീപനങ്ങളെയും ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യയുടെ പ്രസ്താവന ഒരു ഒഴുക്കൻ പ്രസ്താവനയാണ്. രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കണം, അല്ലെങ്കിൽ ഒമാൻ പറയുന്നത് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കണം. ഒമാൻ അങ്ങനെ പറയാനുള്ള ധാർമ്മിക അവകാശമുണ്ട്. കാരണം ഈ കഴിഞ്ഞ കൊല്ലം 6 റൗണ്ട് ചർച്ചകളിൽ 5 റൗണ്ടും നടത്തിയതിൽ മധ്യസ്ഥത വഹിച്ചത് ഒമാനാണ്. ഇപ്പോൾ 3 വട്ടം ചർച്ചകൾ നടന്നു. അത് ഒമാനിലായിരുന്നില്ല, ജനീവയിലൊക്കെ ആയിരുന്നു. പക്ഷേ 2013 മുതൽ 2015 വരെ ബരാക്ക് ഒബാമ വളരെ ഒരു തീവ്രയത്ന പരിപാടി എന്നോണം യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു കൺസോർഷ്യം, അതായത് P5+1 എന്ന ജർമ്മനിയെ ഉൾപ്പെടുത്തിയൊരു സംഘമുണ്ടാക്കി ഇറാനുമായി ചർച്ച നടത്തുകയും അങ്ങനെ 2015 ഒരു ജോയിൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന പേരിലൊരു കരാറുണ്ടാക്കുകയും ചെയ്തു. അന്ന് 3.67% മാത്രം സമ്പുഷ്ടീകരിക്കാം യുറേനിയം എന്ന ആ കരാറിലെ വ്യവസ്ഥ ഇറാൻ പാലിക്കാൻ സമ്മതിച്ചു. അതിന് പകരം സാങ്ഷൻസ് എടുത്തു കളയണം എന്ന രീതിയിലേക്ക് ധാരണയെത്തി. 2018 ആ ഒബാമയും ഈ UN സെക്യൂരിറ്റി കൗൺസിലിലെ റഷ്യയും ചൈനയും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള അംഗങ്ങളും ജർമ്മനിയും ഒക്കെ വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ കരാറാണ് ഒറ്റയടിക്ക് 2018 ട്രംപ് വലിച്ചു കീറി പുറത്തെറിഞ്ഞത്. പിന്നീടാണല്ലോ ഈ സംഘർഷം മുഴുവൻ തുടങ്ങിയത്. അന്ന് ഇറാൻ പല കാര്യങ്ങളും സമ്മതിച്ചിരുന്നു. അവർക്ക് ഉപരോധങ്ങൾ നീക്കിയാൽ മതിയായിരുന്നു. ഇന്ത്യയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയല്ലോ. 2017 പ്രധാനമന്ത്രി പോയപ്പോൾ കിട്ടിയ സ്വീകരണമല്ല ഇപ്പോൾ പോയപ്പോൾ കിട്ടിയത്. നെതന്യാഹുവും പങ്കാളിയും വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ വന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിടങ്ങളിലെല്ലാം അവരെ അനുഗമിച്ചു. അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് മാത്രം ലഭിക്കുന്ന സൗഭാഗ്യം ഇൻവെർട്ടഡ് കോമ, അതായത് ഇസ്രായേലിൻ്റെ പാർലമെൻറ്റായ നെസറ്റിൽ പ്രസംഗിക്കാൻ, അഭിസംബോധന ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിച്ചു. ആ അഭിസംബോധന പ്രസംഗത്തിൽ ഒരിക്കൽ പോലും പലസ്തീൻ, സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്ന വാക്ക് പോലും
നമ്മുടെ പ്രധാനമന്ത്രി ഉച്ചരിച്ചില്ല. കാരണം 1991 ശേഷം മൻമോഹൻ സിംഗിൻ്റെ നരസിംഹറാവുവിൻ്റെ കാലത്ത് തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ പറ്റിയുള്ള ഇന്ത്യയുടെ നയം 3 പ്രധാനപ്പെട്ട പില്ലാർസ്, 3 പ്രധാനപ്പെട്ട സ്തംഭങ്ങളിൽ ഊന്നിയായിരുന്നു. ഒന്ന് അറബ് വേൾഡ്, അതായത് ഗൾഫ് അറബ് മൊണാർക്കീസ്, 2 ഇറാൻ, 3 ഇസ്രായേൽ. അത് വളരെ ബാലൻസായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിൽ പോലും 2005 അമേരിക്കയുടെ തീട്ടൂരമനുസരിച്ച് മൻമോഹൻ സിംഗിന് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറക്കാൻ ആ ആജ്ഞ പാലിക്കേണ്ടി വന്നു. എന്നാൽ പോലും 2014 വരെ അല്പസ്വല്പം ചില വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടായെങ്കിലും അത് കുറച്ചൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ 3 സ്തംഭങ്ങളെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ ഇന്ത്യക്ക് പറ്റിയിരുന്നു. 2014 ശേഷം വളരെ നാടകീയമായ ഒരു ഷിഫ്റ്റാണ് നടന്നത്. അത് ഈയിടെയായിട്ട് വളരെയധികം കൂടി. അതിന് ഐഡിയോളജിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗദി, പാകിസ്ഥാൻ, നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഉടമ്പടി പ്രകാരമുള്ള ഉടമ്പടിയുടെ ഒരു പശ്ചാത്തലമുണ്ട്. അതിന് മാറി വരുന്ന ഭൗമരാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. അതിന് മാറി വന്നേക്കാനിടയുള്ള മിഡിൽ ഈസ്റ്റിൻ്റെ പശ്ചാത്തലമുണ്ട്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇറാൻ ഈ മറ്റ് അറബ് ഗൾഫ് മൊണാർക്കീസിനെ പോലെ അല്ലാത്തൊരു കാര്യമുണ്ട്. ഇറാൻ ഒരു സിവിലൈസേഷണൽ സ്റ്റേറ്റാണ്. 1953 മുഹമ്മദ് മൊസാദിഖ് ഇറാഖിലാണ്. മുഹമ്മദ് മൊസാദിഖ് ഈ ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനി ദേശസൽക്കരിച്ചപ്പോഴാണല്ലോ മൊസാദിഖിനെ അട്ടിമറിച്ചത്. ബ്രിട്ടനും CIA-യും തോളോട് തോൾ ചേർന്നാണ് മുഹമ്മദ് മൊസാദിഖിനെ 1953 ഇറാനിൽ അട്ടിമറിച്ചത്. പിന്നീടാണ് ഷായെ പാരീസിൽ നിന്ന് കൊണ്ടുവന്ന് CIA-യും M16 തയ്യാറാക്കിയ ആ ഒരു രേഖാപത്രത്തിൽ ഒപ്പിട്ട് ഇദ്ദേഹം ഇറാൻ്റെ ഭരണാധികാരിയാവുന്നത്. ഏതാണ്ട് 1/4 നൂറ്റാണ്ട് മാത്രമേ ഭരിക്കാൻ സാധിച്ചുള്ളൂ. പിന്നീട് ഷിയ ഇസ്ലാമിസ്റ്റുകളും അവിടുത്തെ ഇടതുപക്ഷക്കാരും മറ്റ് പാർട്ടികളും എല്ലാം ചേർന്നാണ് ഷായെ പുറത്താക്കുന്നത്. പിന്നീട് ഈ പൗരോഹിത്യം അവരുടെ കൂടെ ഈ ഷായെ പുറത്താക്കാൻ ഭരിച്ചവരെയെല്ലാം അടിച്ചമർത്തി കാരാഗൃഹത്തിലും അല്ലെങ്കിൽ വധിച്ചെങ്കിലും ആ ഒരു ജനകീയ പ്രക്ഷോഭത്തിൽ ഈ ഷിയ ഇസ്ലാമിസ്റ്റുകൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാനിലെ അസ്ഥിരത അല്ലെങ്കിൽ ഇറാനിൽ അവ്യവസ്ഥ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ഇറാൻ, ഒരു അസ്ഥിരമായ ഒരു ഇറാൻ വാസ്തവത്തിൽ മിഡിൽ ഈസ്റ്റിന്, ഈ മധ്യപൂർവ്വ മേഖലയ്ക്ക്, ഇസ്രായേലിന്, അമേരിക്കക്ക് ഒക്കെ സമാധാനക്കേട് വരുത്തുകയുള്ളൂ. കാരണം അസ്ഥിരമായ ഇറാഖ് പോലെയല്ല വാസ്തവത്തിൽ അസ്ഥിരവും അവ്യവസ്ഥിതവുമായ ഇറാൻ. അത് മിഡിൽ ഈസ്റ്റിൽ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായി പടരും. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാവാം. അപ്പോൾ ഇറാൻ ഒരു സിവിലൈസേഷണൽ സ്റ്റേറ്റ് എന്ന സ്ഥിതിക്ക് അങ്ങനെയൊന്നും ഇത്തരം കാര്യങ്ങൾക്ക് വിനീത വിധേയദാസ്യത്തോടെ ഏറെക്കാലം നിന്നുകൊള്ളണമെന്ന് ഇല്ല. അങ്ങനെയാണ് ചരിത്രം പറയുന്നതും. അതുകൊണ്ട് ഈ അമേരിക്ക നനച്ചിരിക്കുന്നത് പോലെ കാര്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഒക്കെ ശുഭം, ശാന്തം, കേമമാകും എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇറാനിൽ ഭരണമാറ്റമുണ്ടായാലും ഇറാനിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇറാൻ അസ്ഥിരമായ അവ്യവസ്ഥ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ഇറാൻ മിഡിൽ ഈസ്റ്റിന് മറ്റേതൊരു രാജ്യത്തേക്കാളും ആ പ്രദേശത്തെ രാജ്യത്തേക്കാളും അവ്യവസ്ഥിതമായ ഒരു രാജ്യത്തേക്കാൾ ഭീഷണി ഉയർത്തും എന്നതാണ് യാഥാർത്ഥ്യം. ശരി, ഡോക്ടർ PJ വിൻസെൻ്റ്, അതാണല്ലോ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യം. അതായത് ഇനിയിപ്പോൾ ഇറാനിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും, ഇറാനിലെ ഭരണമാറ്റം ഉണ്ടാകുമ്പോഴേക്കും അത് ശരിയാക്കാൻ അവിടെ ആളുകളില്ലെങ്കിൽ ഞങ്ങൾ തരാം എന്ന് പറയുന്ന ഒരു സ്ഥിതി അമേരിക്കയിലുണ്ട്. അമേരിക്കയിൽ ഇഷ്ടംപോലെ ഇതൊക്കെ പഠിപ്പിക്കാൻ പറ്റിയ
ആളുകൾ ഉള്ള ഒരു രാജ്യമാണല്ലോ. അവരാണല്ലോ ലോകത്ത് എവിടെയൊക്കെ ഭരണത്തിൽ അസ്ഥിരതയുണ്ടെങ്കിലും അത് ശരിയാക്കി കൊടുക്കുന്ന വർക്ക്ഷോപ്പ് അവിടെയാണല്ലോ ഉള്ളത്. എങ്ങനെയായിരിക്കും, എന്തായാലും എല്ലാവരും പറയുന്നുണ്ട് ഒരു ഭരണം മാറ്റം, റെഷീം ചേഞ്ച് ഇറാനെ കാത്തിരിക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ആ റെഷീം ചേഞ്ച് ഏത് രൂപത്തിലായിരിക്കും എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? നമ്മളിവിടെ പരിഗണിക്കേണ്ട ഒരു വിഷയം എനിക്ക് തോന്നുന്നത് ഇറാൻ്റെ ആഭ്യന്തര പ്രശ്നം കൂടി നമ്മൾ ഒരു പക്ഷേ പരിഗണിക്കേണ്ടി വരും. 1979 ഇറാനിയൻ വിപ്ലവത്തെ തുടർന്ന് രൂപപ്പെട്ട ഭരണകൂടം പൂർണ്ണമായും ജനങ്ങളുടെ പിന്തുണയോടുകൂടി നിലനിൽക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. 2009, 2017, 2020, 2022 ആയിട്ട് വലിയ ജനകീയമായ ഉയർപ്പ് ഖമേനിയുടെ ഈ മതഭരണകൂടത്തിനെതിരായിട്ട് ഉണ്ടായി. അതിൽ തന്നെ മാഷ അമനിയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്നുണ്ടായിട്ടുള്ള ബുർഖ വിരുദ്ധ സമരത്തിൻ്റെ ശക്തി നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ഒരു മാസം മുമ്പുണ്ടായിട്ടുള്ള ജനകീയമായ ഉയർപ്പിൽ ഇറാനിലെ ഒട്ടുമിക്ക നഗരങ്ങളിലേക്കും വ്യാപിച്ച വലിയ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടായി. അതിൽ ആ പ്രക്ഷോഭകാരികൾ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം ഡെത്ത് ടു ഖംനെയി എന്നാണ്. എന്ന് വെച്ചാൽ അവർ അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തെ തകർക്കണം, അതിന് പകരം ഒരു ജനാധിപത്യ ഭരണകൂടം കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഇറാനിലെ ഇത്തരം ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൂടി പ്രസക്തമാണ്. ഇപ്പോൾ 12 ദിന യുദ്ധത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യം, ഈ 12 ദിന യുദ്ധമുണ്ടായ സമയത്ത് ഇത്തരം ആഭ്യന്തര വൈരുദ്ധ്യങ്ങളൊക്കെ മാറ്റിവെച്ച് പരിഷ്കരണവാദികളും ജനാധിപത്യവാദികളും മതരാഷ്ട്രവാദികളും അവിടുത്തെ ഭരണകൂടവും എല്ലാം ഒറ്റക്കെട്ടായി അതിനെ എതിർക്കുന്ന രീതിയിൽ ഒരു ഐക്യപ്പെടൽ നമ്മൾ കണ്ടു. അതാണ് ഈ സിവിലൈസേഷണൽ സ്റ്റേറ്റ് എന്ന് ഷിനാസ് മാഷൊക്കെ പറഞ്ഞതിൻ്റെ ഒരു അവസ്ഥ. അതാണ് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ശേഷി ഉണ്ടാവും. അത് കഴിഞ്ഞ 2025 ജൂൺ മാസത്തിലുണ്ടായ 12 ദിന യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു ആഭ്യന്തര ഐക്യപ്പെടൽ ഇപ്പോൾ ഇറാൻ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഏത് രാജ്യം അസ്ഥിരീകരിച്ചാലും അടിസ്ഥാനപരമായി ആ രാജ്യത്തിനും അതിന് ചുറ്റുവട്ടമുള്ള രാജ്യങ്ങൾക്കും ജനതയ്ക്കും മാരകമായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നല്ലാതെ അകലെയിരിക്കുന്ന ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒന്നും അതിനകത്തുനിന്ന് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതേസമയം ഇൻഡയറക്റ്റായിട്ട് ചില പ്രശ്നം ഉണ്ടായേക്കാം. ഇപ്പോൾ അമേരിക്ക കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതമാണല്ലോ ഈ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത്. അൽഖ്വയ്ദയൊക്കെ അവരുടെ സൃഷ്ടിയാണ്. ആ അൽഖ്വയ്ദയെ കൊണ്ട് ഏറ്റവും വലിയ ആക്രമണം ഉണ്ടായതും അമേരിക്കയ്ക്ക് തന്നെയാണ്. വേൾഡ് ട്രേഡ് സെൻറ്ററുകൾ അടിച്ച് തകർക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അത്തരത്തിൽ ഇൻഡയറക്റ്റായിട്ട് അവരെ ബാധിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആ മേഖലയിലെ ജനങ്ങൾ അതീവ ദുരിത സമാനമായ സാഹചര്യത്തിലേക്ക് പോകുമെന്നുള്ളതല്ലേ. ഇതിപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ചിത്രവും അങ്ങനെയല്ലേ. 80കളിൽ മുജാഹിദീനുകളെ ഉപയോഗിച്ച് അമേരിക്ക അവിടുത്തെ നജീബുള്ള ഗവൺമെൻറ്റിനെ തകർക്കാനും സോവിയറ്റ് സൈന്യത്തെ പുറന്തള്ളാനും നടത്തിയിട്ടുള്ള നീക്കത്തിൻ്റെ തുടർച്ചയിലാണല്ലോ തലിബാനും ഇന്നത്തെ കാണുന്ന സംഘർഷങ്ങളുടെയൊക്കെ ഒരു സാഹചര്യം രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ അസ്ഥിരീകരിക്കപ്പെട്ട ഇറാൻ ആ മേഖലയിൽ ഒരു ദുരന്തമായിരിക്കുമെന്നുള്ളതാണ്. ആ മേഖല അവികസിതമായി തുടരുന്നതിൽ അമേരിക്കയ്ക്ക് എന്താ നഷ്ടം? അതാണ് അതിലെ പ്രശ്നം. അവരകലെ ഇരിക്കുന്ന ഒരു രാജ്യം, അവർ ലോകത്തെമ്പാടും അസ്ഥിരതയും ദുരന്തവും വിതച്ച് അവർ പോകുന്നു. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും അവർക്ക് സാധിക്കുന്നുണ്ട്. ഇതാണ് ഒരു വലിയ പ്രതിസന്ധി യഥാർത്ഥത്തിൽ. അതുകൊണ്ട് ഈ അമേരിക്കൻ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന, യുദ്ധം ചെയ്യുന്ന ഒക്കെ രാജ്യങ്ങൾ സ്വയം തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവർ അമേരിക്കൻ താല്പര്യങ്ങൾക്കൊത്തു നിന്നു കഴിഞ്ഞാൽ ദുരിതവും ദുരന്തവുമായിരിക്കും ഫലം. മറിച്ച് സ്വന്തം കാലിൽ നിന്ന് ശരിയും ശാസ്ത്രീയവുമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളതാണ്. അത്തരത്തിലൊരു നിലപാടെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞുകൊണ്ടാണ് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ വിദേശ നയം ഇന്ന് ഇന്ത്യക്ക് ഈ രൂപത്തിൽ ഒരു ശക്തിയായി വളരാൻ പോലും സാധിച്ചത്. അങ്ങനെയല്ലാതെ അമേരിക്കയുടെ പൂർണ്ണ അടിമത്വം സ്വീകരിച്ച പാകിസ്ഥാൻ എന്ന് തകർന്നടിഞ്ഞ ഒരു രാജ്യമാണ്. അതോടൊപ്പം സമയാസമയങ്ങളിൽ തീവ്രവാദത്തെ പോലും അവർ മാറ്റി നിർണ്ണയിക്കാറുണ്ട്. ഗുഡ് ടെററിസ്റ്റ്, ബാഡ് ടെററിസ്റ്റ് എന്ന നിലപാട് അമേരിക്ക ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞു. നേരത്തെ അൽ ഷാറയുടെയൊക്കെ കാര്യം സൂചിപ്പിച്ചു. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ പരമ്പരാഗതമായി എടുത്തിരുന്ന ഒരു നിലപാട് വി ആർ വിത്ത് ഫലസ്തൈൻ ബട്ട് ഡോണ്ട് അഗൈൻസ്റ്റ് ഇസ്രായേൽ എന്നുള്ളതാണ്. നമ്മൾ ഇസ്രായേലിനെതിരായിരുന്നില്ല ഒരു കാലത്തും. പക്ഷേ കൃത്യമായി ഫലസ്തീനോടൊപ്പം നിൽക്കുകയും ഫലസ്തീൻ്റെ വിമോചന പോരാട്ടത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അതൊരു സ്വാതന്ത്ര്യ സമരമായിട്ടാണ് നമ്മൾ കണ്ടത്. കോളനി വിരുദ്ധ സമരമായിട്ടാണ് കണ്ടത്. ഇസ്രായേലിനെ ഒരു അധിനിവേശ ശക്തിയായിട്ടും കണ്ടു. അതായിരുന്നു. എന്നാൽ
1992 ശേഷം അതിൽ മാറ്റം വരികയും ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇസ്രായേലിനൊപ്പമാണ്, വി ആർ വിത്ത് ഇസ്രായേൽ ബട്ട് നോട്ട് അഗെയിൻസ്റ്റ് പാലസ്റ്റൈൻ എന്ന ഒരു സോഫ്റ്റ് പൊസിഷനിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. അപ്പോൾ ഏറെക്കുറെ ഇസ്രായേലിനൊപ്പമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസംഗമാണ് മോദി നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് തീവ്രവാദത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള പിന്തുണ ഇന്ത്യക്ക് വേണം, ഇസ്രായേലിനും ആ പിന്തുണ നൽകുന്നു എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അപ്പോൾ ഈ തീവ്രവാദത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിൻ്റെ വലിയ ഫ്രെയിംവർക്കിൽ നമ്മൾ വെസ്റ്റ് ഏഷ്യൻ സാഹചര്യത്തെ കാണുമ്പോൾ അവിടെ ഇസ്രായേലിൻ്റെ ആയിട്ടുള്ള പിന്തുണയും ഇസ്രായേലുമായിട്ടുള്ള ഐക്യമായിരിക്കും ഇന്ത്യക്ക് കരണീയമായിട്ടുള്ളത് എന്ന നിഗമനം, എന്ന ആശയം സ്വാഭാവികമായിട്ടും ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സഖ്യവും അവിടെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ മേജർ പവേഴ്സ് അതിൻ്റെ നയത്തിൽ, വെസ്റ്റ് ഏഷ്യൻ നയത്തിൽ ഒരു വലിയ ഷിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഷിഫ്റ്റ് ഇന്ത്യയുടെ വിദേശ നയത്തിലും ചൈനയുടെ നയത്തിലും റഷ്യയുടെ നയത്തിലും അമേരിക്കയുടെ നയത്തിലൊക്കെ കാണാം. ഇവിടെയെല്ലാം സ്വന്തം രാജ്യത്തിൻ്റെ ദേശതാൽപര്യങ്ങൾക്കപ്പുറത്തേക്ക് വിശാലമായ ലോക താൽപ്പര്യം എന്നതും മാനവികത എന്നുള്ള ആശയങ്ങളൊന്നും ഇപ്പോൾ ഒരു രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നുള്ളതാണല്ലോ സങ്കടകരമായ വസ്തുത. അതുകൊണ്ടാണ് ഗസയിലെ ജിനോസൈഡിനെ ഒരു മാനവികതയുടെ പക്ഷത്ത് നിന്ന് എതിർക്കാൻ അറബ് രാജ്യങ്ങൾക്ക് പോലും കഴിയാതെ പോയത് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പുതിയ ഒരു അസ്ഥിര മേഖല രൂപപ്പെട്ടു വരികയാണ്. അത് ഇറാനായിരിക്കും. 9 കോടിയോളം ജനങ്ങളുള്ള ഒരു വലിയ രാജ്യമാണ്. അത് ഒരുപക്ഷെ അസ്ഥിരമായിരിക്കുകയും നിരന്തര സംഘർഷങ്ങളുടെ ഒരു വിളനിലമാകുകയും ചെയ്യുന്നത് ഈ പ്രദേശത്തെ മുഴുവനും ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന ചെറു ചലനങ്ങൾ പോലും ഇന്ത്യൻ ഇക്കണോമിയെ ബാധിക്കും, കേരള ഇക്കണോമിയെ ബാധിക്കും. ഒരു മണി ഓർഡർ ഇക്കണോമി എന്നാണല്ലോ പറയുക. നമ്മൾ 1.3 lakhs ആണ്, 1.3 ലക്ഷം കോടി രൂപയാണ് ഓരോ വർഷവും വിദേശ മലയാളികൾ ഇവിടേക്ക് അയക്കുന്നത്. അതിൽ മഹാഭൂരിപക്ഷം വരുന്നത് ഗൾഫ് മേഖലയിൽ നിന്നാണെന്ന് നമുക്കറിയാം. ഗൾഫ് നമ്മളുടെ 2ാം വീടാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് പോകണമെങ്കിലും നമ്മളുടെ ഒന്നുകിൽ ദുബായ് വഴി, അബുദാബി വഴി, ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹ വഴിയൊക്കെയാണ് പോകുന്നത്. ഈ കണക്ടിവിറ്റി എല്ലാം ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്ന വ്യോമ ഗതാഗതം അടഞ്ഞിരിക്കുന്നു. നമുക്ക് ഒരു സ്ഥിര വരുമാനം കിട്ടുന്ന രീതിയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ആളുകളുള്ള പ്രദേശങ്ങൾ മുഴുവനും സംഘർഷാത്മകമായി മാറുന്നു. ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ ഇക്കണോമിയെ ബാധിക്കുന്നു എന്നത് ഉറപ്പാണ്. അതിനേക്കാൾ ഏറെ ബാധിക്കുന്നത് നമ്മളെയാണ്, മലയാളികളെയാണ്. കാരണം നമുക്ക് പലപ്പോഴും ദുബായിയൊക്കെ കേരളത്തിലെ ഒരു നഗരം പോലെയാണ്. കോഴിക്കോട്ടുകാരൻ തിരുവനന്തപുരത്ത് പോകുന്നത് പോലെ നമ്മൾ ദുബായി പോയി വരുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഈ പ്രദേശങ്ങളുമായിട്ടുണ്ട്. അപ്പോൾ ദുബായിയും അബുദാബിയും ഖത്തറും റിയാദും മനാമയും ഒക്കെ സംഘർഷഭരിതമായി മാറുന്നു. അവിടെയെല്ലാം ആക്രമണം ഉണ്ടാകുന്നു. ആ മേഖല മുഴുവൻ അസ്ഥിരീകരിക്കപ്പെടുന്നു. ഇത് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഇന്ത്യയെ ആയിരിക്കും, കേരളത്തെ ആയിരിക്കും. അതുകൊണ്ട് കുറച്ചുകൂടി ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അവിടെ സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് സമാധാനത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു ഇടപെടൽ, ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും ഒരുപക്ഷെ ലോകവും ആഗ്രഹിക്കുന്നത്. അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഭാവിയിൽ ഒരുപക്ഷെ അത്തരമൊരു നിലപാടിലേക്ക് നമ്മൾ മാറിയേക്കാം എന്ന് ഞാൻ കരുതുന്നു. ശരി ഡോക്ടർ ലിറാർ, നോക്കൂ, ഇന്ത്യയുടെ ഇടപെടലിനെ കുറിച്ച് ഇപ്പോൾ ഡോക്ടർ PJ വിൻസെൻ്റ് ചൂണ്ടിക്കാട്ടിയ കാര്യം, UN സുരക്ഷാ കൗൺസിൽ ചേർന്നേക്കും എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അതിന് കാരണം 2ആണ്. ഒന്ന്, ഇറാൻ ഒരു കത്തയച്ചിരിക്കുന്നു UN, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഫ്രാൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നു സുരക്ഷാ കൗൺസിൽ കൂടണം എന്ന്. ഇന്ത്യ പറയേണ്ട കാര്യങ്ങൾ, ഇന്ത്യയുടെ പരമ്പരാഗതമായ വിദേശ നിലപാടുകളുടെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം ഘട്ടങ്ങളിൽ ഇന്ത്യക്കുണ്ടായിരുന്ന നിലപാടുകളുടെ ഒരു ഘട്ടമൊക്കെ ഓർമ്മിച്ചു പോകുന്ന ഒരു സന്ദർഭമാണിത്. ഇതല്ലേ UN സുരക്ഷാ കൗൺസിലിന് പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഘട്ടം? ഇങ്ങനെയൊക്കെയല്ലേ? അവിടെ UN പോയി കഴിഞ്ഞു, UN സുരക്ഷാ കൗൺസിലിന് ഇനി റോളില്ല, ട്രംപാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, ട്രംപാണ് ഇനി ഈ ഇറാൻ്റെ ഭരണം അടുത്തത് എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുക എന്നൊക്കെ ചർച്ച ചെയ്ത് പോകുന്നൊരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു മാറ്റം ഇപ്പോൾ വാർത്തകളിലേക്ക് കടന്നു വരുന്നത് എന്നത് ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളുടെ നിലപാടുകളെ ഓർമ്മിപ്പിക്കുകയല്ലേ ഡോക്ടർ ലിറാർ?
തീർച്ചയായും നമ്മൾ UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു നിലപാടുകളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തിയോ നമ്മൾ ശരിക്ക് ഇന്ന് മാത്രം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമല്ല. അത് നേരത്തെ നമ്മൾ പല ഘട്ടത്തിൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അത് ഡിബേറ്റ് ചെയ്തതാണ്. അതിൻ്റെ പ്രസക്തി എന്താണ്, അതിൻ്റെ ഒരു എത്രത്തോളം അതിന് അന്താരാഷ്ട്ര നമ്മൾ UN-ൻ്റെ തന്നെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് 1945 UN ഫോം ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സിൽ ഒന്ന് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിയാണ്. അതിനെ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ 1945 മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് സംഘർഷങ്ങളുണ്ടായത്, യുദ്ധങ്ങളുണ്ടായത്, രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായത്, ഈ സെക്യൂരിറ്റി കൗൺസിലിലെ ഓരോ യുദ്ധങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനൻറ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ ബ്രിട്ടൻ അല്ലെങ്കിൽ ഫ്രാൻസ്, ചൈനയുണ്ട്. പക്ഷേ ചൈന ഒരു പ്രത്യക്ഷത്തിൽ നമ്മൾ അങ്ങനെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ബാക്കി രാഷ്ട്രങ്ങളാണ് ഏറെക്കുറെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടന്ന യുദ്ധങ്ങളിൽ ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് വെപ്പൺസ് സപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിയെ പൊളിറ്റിക്കലി ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ എക്കണോമിക്കലി അല്ലെങ്കിൽ വെപ്പൺ സപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ വീണ്ടും വിമർശിക്കുന്നത്. UN-ൻ്റെ പ്രസക്തി, UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രസക്തി, അല്ലെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കുന്ന റെസൊല്യൂഷൻസിൻ്റെ പ്രസക്തി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഇറാൻ ഇപ്പോഴത്തെ ഈ സംഘർഷത്തിൽ ഫ്രാൻസ് ഇടപെട്ടു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇറാൻ കത്തയച്ചു എന്ന് പറയുന്നു. ഓക്കെ, കത്തയച്ചു, അല്ലെങ്കിൽ ഫ്രാൻസ് സെക്യൂരിറ്റി കൗൺസിൽ കൂടണമെന്ന് പറയുന്നു. കൂടട്ടെ, ഇനി കൂടിയിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നുകൂടി നമ്മൾ കാണണമല്ലോ. കാരണം UN സെക്യൂരിറ്റി കൗൺസിൽ ഇതിനു മുമ്പും ഒരുപാട് കൂടിയിട്ടുണ്ട്, ഒരുപാട് റെസൊല്യൂഷൻസ് ഇതിനു മുമ്പും പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ നോക്കിയാൽ കാണും ഒരുപക്ഷെ ഇസ്രായേലിനെതിരായിരിക്കും. പ്രത്യേകിച്ച് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ 1948 മുതൽ നമ്മൾക്കത് കാണാൻ പറ്റും. ഓരോ റെസൊല്യൂഷൻസിനും എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഈ പറഞ്ഞ റെസൊല്യൂഷൻസ് എല്ലാം ഇസ്രായേലോ അമേരിക്കയോ അല്ലെങ്കിൽ ഈ റെസൊല്യൂഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള സംഘർഷത്തിൽപ്പെട്ട രാഷ്ട്രങ്ങൾ, അത് ഏതായിക്കോട്ടെ, അറബ് രാഷ്ട്രങ്ങളായിക്കോട്ടെ, ഇസ്രായേൽ, എല്ലാവരും അത് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു സംഘർഷം ഒരിക്കലും ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ, ആ ഒരു മേഖലയിൽ. ഇപ്പം നിങ്ങൾ പലസ്തീൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1948 മുതൽ ഓരോ റെസൊല്യൂഷൻ വരുന്നത്, പ്രത്യേകിച്ച് റെഫ്യൂജികളുമായിട്ട് ബന്ധപ്പെട്ട് അഭയാർത്ഥികൾക്ക് തിരിച്ചു വരാൻ റെസൊല്യൂഷൻ 191 എന്ന് തോന്നുന്നു റെസൊല്യൂഷൻ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 67 6 ഡേ വാറിൽ റെസൊല്യൂഷൻ നമ്പർ 242 UN സെക്യൂരിറ്റി കൗൺസിൽ, അതിൽ പറയുന്നത് ഇസ്രായേൽ ഒക്കുപ്പൈ ചെയ്ത ടെറിറ്ററിയിൽ നിന്നും കൃത്യമായിട്ട് വിത്ഡ്രോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇതേ റെസൊല്യൂഷൻ തന്നെ പിന്നീട് 6 വർഷം കഴിഞ്ഞിട്ട് ഇതേ UN തന്നെ വീണ്ടും വേറൊരു നമ്പറിൽ കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു റെസൊല്യൂഷൻ നമ്പർ 338 ആണെന്ന് തോന്നുന്നു. ആ റെസൊല്യൂഷനിൽ പറയുന്നത് ഇമ്മീഡിയറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് റെസൊല്യൂഷൻ 242 എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു സെക്യൂരിറ്റി കൗൺസിൽ എത്രത്തോളം അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, അത് പാസ്സാക്കുന്ന ഈ പറഞ്ഞ റെസൊല്യൂഷൻസും അല്ലെങ്കിൽ പ്രമേയങ്ങളൊക്കെ എത്രത്തോളം അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നതുകൂടി ഒരു ചോദ്യചിഹ്നമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇനി റെസൊല്യൂഷൻസിന് വിട്ട് നമ്മൾ അതെല്ലാം പോട്ടെ, UN പോട്ടെ, ഒരുപാട് സമാധാന ഉടമ്പടികൾ പല രാഷ്ട്രങ്ങളും മുൻകൈ എടുത്ത്, അമേരിക്ക ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ അറബ് ലീഗ്, മേഖലയിലെ മറ്റ് രാഷ്ട്രങ്ങൾ, ഖത്തർ അല്ലെങ്കിൽ ഈജിപ്ത്, ഇങ്ങനെ പല രാഷ്ട്രങ്ങൾ, പല സംഘടനകൾ, UN അടക്കമുള്ള പല സംഘടനകളും, മനുഷ്യാവകാശ സംഘടനകളും അല്ലെങ്കിൽ ആഗോള തരത്തിലുള്ള സമ്മർദ്ദത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് സമാധാന ഉടമ്പടികൾ ഈ മേഖലയിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. അത് പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഇറാൻ്റെ ന്യൂക്ലിയർ അംബീഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റെസൊല്യൂഷൻസും ഒരുപാട് പീസ് പ്രോസസ്സുകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ എന്നിട്ടും എന്താണ് ഈ മേഖലയിലെ സംഘർഷങ്ങൾ ഇന്നും അവസാനിക്കാതെ നിലനിൽക്കുന്നതിൽ ചോദ്യം കൂടി വളരെ പ്രസക്തമാണ്. ഇപ്പോഴും നമ്മൾ കാണേണ്ടത് ഈ ഓരോ ഘട്ടത്തിലും ഈ ഒരു സമാധാന ഉടമ്പടികളെയോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലോസിനെയോ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട വാല്യൂസിനെയോ അല്ലെങ്കിൽ UN റെസൊല്യൂഷൻസിന് ഇതിനൊക്കെ കൂടുതൽ വയലേറ്റ് ചെയ്തത് 2 രാഷ്ട്രങ്ങളാണ്. അതിൽ ഒരു തർക്കവുമില്ല. അതൊന്ന് ഇസ്രായേലും രണ്ടാമത്തത് അമേരിക്കയുമാണ്. അല്ലെങ്കിൽ ഈ 2 രാഷ്ട്രങ്ങളുടെയും സാമ്പത്തികമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ പലപ്പോഴും ഇതിനെ വയലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രാഷ്ട്രങ്ങളെല്ലാം അവർ വയലേറ്റ് ചെയ്ത് ഇൻ്റർവെൻഷൻ നടത്തുന്നു, ഇൻവേഷൻ നടത്തുന്നു, ഒക്കുപ്പൈ ചെയ്യുന്നു, അനക്സേഷൻ നടത്തുന്നു. പിന്നീട് ഇതേ രാഷ്ട്രങ്ങളിൽ തന്നെ പിന്നെ ഒരു സ്റ്റേജിൽ നമുക്ക് വാറിന് ശേഷം ടോട്ടൽ ഡിസ്ട്രക്ഷൻ സംഭവിച്ചൊരു മേഖലയിൽ റീകൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ രാഷ്ട്രങ്ങളിലെ കമ്പനികളുടെ രംഗപ്രവേശം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഒരു മേഖലയെ അപ്പാടെ കുട്ടിച്ചോറാക്കുക അല്ലെങ്കിൽ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നു, പൊളിറ്റിക്കലി ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നു. അതേപോലെ പലതരത്തിൽ ആ രാഷ്ട്രങ്ങളെ തകർത്തതിന് ശേഷം ഇതേ രാഷ്ട്രങ്ങളിൽ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് UN സെക്യൂരിറ്റി കൗൺസിൽ ഒരുപാട് ചർച്ചകളും സമാധാന പ്രമേയങ്ങളും നമ്മൾ കാണുന്നു. ഇതേ രാഷ്ട്രങ്ങളിൽ തന്നെ പിന്നെ ഒരു കോണ്ടക്സ്റ്റിൽ അത് വയലേറ്റ് ചെയ്യുന്നു.
അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് UN എന്നുള്ള ഒരു സംഘടന, ആഗോള ലോകത്തിലെ 193 രാഷ്ട്രങ്ങൾ മെമ്പറായിട്ടുള്ള ഒരു സംഘടനയുടെ അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫോർമേഷൻ 945 മുതൽ നമ്മൾ കാണുന്ന ഒരു ഗെയിമാണത്. ഈ പറഞ്ഞ സമാധാന സമ്മേളനങ്ങളോ റെസൊല്യൂഷൻസോ, പക്ഷെ ഒന്നും ഫലം ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒക്കെ താൽക്കാലികമായിട്ട് മാത്രം വേണമെങ്കിൽ നമുക്കതിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായ ഒരു സീസ് ഫയർ, ഒരു വെടിനിർത്തൽ കരാറോ, അതിനപ്പുറത്തായിട്ട് പ്രത്യേകിച്ച് സുസ്ഥിരമായിട്ടുള്ള ഒരു സമാധാനമോ അല്ലെങ്കിൽ മേഖലയിലെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയോ ഒന്നും നമുക്കവിടെ കാണാൻ പറ്റുന്നില്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറബ് ഇസ്രായേലി സംഘർഷമാണ്. ഇത്രയും വർഷമായിട്ട് UN അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇടപെട്ടിട്ട് സോൾവ് ചെയ്യപ്പെടാത്ത ഒരു വിഷയമായിട്ട് പലസ്തീൻ വിഷയം എന്തുകൊണ്ട് മാറി, എങ്ങനെ മാറി? അതിൽ ഓരോ അന്തർദേശീയ സംഘടനകൾക്കും ലീഡേഴ്സിനും അതേപോലെ ഈ വീറ്റോ പവറുള്ള സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനന്റ് മെമ്പേഴ്സിന്റെ ഓരോരുത്തർ റോളും വളരെ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട. പക്ഷേ നമുക്ക് ഇന്നത്തെ രാത്രിയിൽ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ കാര്യമാണോ? അതായത് ഇതിനൊരു പരിണാമം ഉണ്ടാകാൻ പോകുന്നു, ഇതിനൊരു അവസാനം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നത് അമേരിക്കയുടെ ജയമാണ്. ഇവിടെ ഒരു റെഷീം ചേഞ്ചാണ്. അത് ഇറാനാണ് സ്വാഭാവികമായി ഒരു 2-3 ദിവസം പിടിച്ചു നിൽക്കും, അതിനപ്പുറത്തേക്ക് പിന്നെ ഇല്ല. അതിൻ്റെ കൂട്ടത്തിൽ UN ഒരു കത്തയക്കുന്നു. ആ കത്തവിടെ വായിച്ചാലും ഇല്ലെങ്കിലും മുൻകാല തീരുമാനങ്ങളുണ്ടല്ലോ, ആ തീരുമാനങ്ങൾ നോക്കൂ. അതുകൊണ്ട് തന്നെ അതിനും വലിയ പ്രതീക്ഷ അർപ്പിക്കേണ്ടതില്ല. അമേരിക്ക, ട്രംപ്, അതാണ് ഇതിൻ്റെ ആത്യന്തികമായ ഒരു ഉത്തരം എന്നതിലേക്കാണോ നമുക്ക് എത്തിച്ചേരേണ്ടി വരിക എന്നുള്ളതാണ്. ജമാൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ജമാൽ, ഇപ്പോൾ വരുന്ന ചില വാർത്തകൾ അനുസരിച്ച് നേരത്തെ തന്നെ ഈ വെളുപ്പാങ്കാലം 4 മണിക്ക് വരെ 4 മണി കഴിഞ്ഞാൽ യുദ്ധം നിർത്തുന്ന രീതിയിലേക്ക് എല്ലാവരും തയ്യാറാണ്, അമേരിക്കയും ഇസ്രായേലും ഒക്കെ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങളും നിർത്താം എന്ന് നേരത്തെ ഇറാൻ പറഞ്ഞതായിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സ്ക്രാപ്പ് മിസൈലുകളാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ്. യഥാർത്ഥത്തിലുള്ളത് വരാൻ പോകുന്നേ ഉള്ളൂ, ഇതുവരെ കണ്ടതൊക്കെ അല്ല ശരിക്കുള്ള യുദ്ധം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് രാജ്യങ്ങളൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകും. അത്തരം കാര്യങ്ങൾ കൂടുതൽ ഭീതി ഉണ്ടാക്കുന്നുണ്ടോ? യുദ്ധം എങ്ങനെയാണ് ഇനി എസ്കലേറ്റ് ചെയ്യുമോ എന്നുള്ളൊരു രീതിയിലാണോ ദുബായിലൊക്കെ, പ്രത്യേകിച്ച് ജമാലിൻ്റെയൊക്കെ അടുത്തുള്ളവരൊക്കെ ചിന്തിക്കുന്നത്? നിങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ? ജമാലിൻ്റെ കാര്യം ഞാൻ ചോദിച്ചില്ലല്ലോ. ഞാൻ ഇവിടെ ഏറെക്കുറെ സേഫ് ആണെന്ന് പറയാം, പക്ഷേ അപ്പോഴും ഭീതിപ്പെടുത്തുന്ന പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും പുതുതായി ദുബായിലേക്കും ഈ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി എന്നതാണ്. ദുബായ് പാംജുമേറയിൽ, അതുപോലെ തന്നെ അൽക്കൂസിൽ, ജബലയിലൊക്കെ തന്നെയും ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു. നേരത്തെ ഗൾഫിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയിരുന്നത്. എങ്കിൽ ഇപ്പോൾ അത് സിവിലിയൻസിന് നേരെയുള്ള അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കൂടി മാറിയിരിക്കുന്നു എന്നാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. അബുദാബിയിലാണെങ്കിൽ അബുദാബിയിലെ ജനവാസ മേഖലയിലേക്കാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇവിടെ ഈ മിസൈൽ ആക്രമണത്തെ പ്രതിരോധിച്ചു. പക്ഷേ ആ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് ഒരു ഏഷ്യക്കാരൻ, പാകിസ്ഥാനി സ്വദേശി മരിച്ചത്. ഇപ്പോൾ ദുബായിലേക്ക് കൂടി ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നതാണ് പ്രവാസികളെ ഒക്കെ തന്നെയും അല്ലെങ്കിൽ ഈ സ്വദേശികളൊക്കെ തന്നെയും ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇത് ഈ ആക്രമണം കൂടുതൽ വ്യാപകമാകുമോ എന്ന ആശങ്കയുണ്ട്. ആ ഭീതിയിലാണ് ജനങ്ങളുള്ളത്. ഏറെക്കുറെ സേഫാണെന്ന് പറയാം, പക്ഷെ അപ്പോഴും ഒരു ഭീതി ജനങ്ങൾക്കിടയിലുണ്ട്. ഇത് ഏത് തരത്തിൽ ഈ രാത്രിയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമോ അല്ലെങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്നൊരാശങ്ക പരക്കെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലാണ് ആളുകളൊക്കെ ഇപ്പോൾ സംസാരിച്ച് കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇനി ഉണ്ടാകുക എന്ന ഒരു ആശങ്ക പൊതുവിലുണ്ട്. ജമാൽ, ഈ അമേരിക്കൻ പൗരന്മാരെ കുറിച്ചുള്ള ചിന്ത അമേരിക്കയ്ക്ക് എന്തായാലും ഉണ്ടാകുമല്ലോ. അവർ പല സ്ഥലങ്ങളിൽ നിന്നും അമേരിക്കൻ പൗരന്മാരെ ഒഴിപ്പിച്ചതായിട്ടൊക്കെ നേരത്തെ വാർത്തകളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇറാനിൻ്റെ സമീപത്തുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ. ഇത് എങ്ങനെയാണ്? UAE പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അമേരിക്കൻ പൗരന്മാരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രിക്കോഷൻ എടുത്തിട്ടുണ്ടോ അമേരിക്ക? അമേരിക്കൻ പൗരന്മാരെ സംബന്ധിച്ച് യുഎയിലെ അമേരിക്കൻ എംബസി നേരത്തെ തന്നെ അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും അല്ലെങ്കിൽ മതിയായ മുൻകരുതലുകൾ എടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ അവരെ ഏറെക്കുറെ സുരക്ഷിതരാക്കി മാറ്റി അല്ലെങ്കിൽ സുരക്ഷിതമായി മാറ്റി നിർത്തി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതോടൊപ്പം നേരത്തെ പറയാൻ വന്ന മറ്റൊരു കാര്യം, ഈ ഗൾഫ് മേഖല ഉണ്ടാകുന്ന ഈ ആശങ്ക കൂടുതൽ രൂക്ഷമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുവൈത്തിൽ അല്പസമയം മുമ്പ് കുവൈത്ത് വിമാനത്താവളത്തിലേക്ക് ഒരു ഡ്രോൺ വന്ന് പതിച്ചു. നേരിയ നാശനഷ്ടങ്ങളുണ്ടായി. അതിൽ 4 പേർക്ക് പരിക്കുണ്ട് എന്നതാണ് ഇപ്പോൾ
ഏറ്റവും പുതുതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ ക്ഷമിക്കണം, ഈ UAE ദുബായിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കുണ്ട്. കുവൈത്തിലല്ല, ദുബായിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഒരു തീപിടുത്തമുണ്ടായി. ആക്രമണത്തെ തുടർന്ന് ഈ തീപിടുത്തത്തിൽ 4 പേർക്ക് പരിക്കേറ്റു എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അത് പാംജുമരയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അവിടെ ഒരു ഹോട്ടലിലാണ്, ഹോട്ടലിന് നേരെയാണ് ഈ ഡ്രോൺ വന്ന് പതിക്കുകയും തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തത്. 4 പേർക്ക് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. യെസ്, അത് കേരളത്തിനെയൊക്കെ ബാധിക്കുന്ന വാർത്തകളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഒരുപക്ഷെ ഈ ഗൾഫ് മേഖലയിൽ, പശ്ചിമേഷ്യയിലൊക്കെ പലപ്പോഴും യുദ്ധത്തിൻ്റെ ഭീതിയൊക്കെ ഉണ്ടാകുമ്പോഴും അത് ദുബായ് പോലെയുള്ള അല്ലെങ്കിൽ UAE പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊന്നും തന്നെ അതങ്ങനെ, അബുദാബി പോലെയുള്ള സ്ഥലങ്ങളൊന്നും അതങ്ങനെ ബാധിക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും. കുവൈത്തിലൊക്കെ യുദ്ധം ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ടാകുന്നത് കണ്ടിട്ടില്ല. അവിടെയാണിതാ ഇപ്പോൾ ഭീതിയിൽ ആളുകൾ കഴിയുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. ഡോക്ടർ PJ വിൻസെൻറ്റിലേക്ക് ഞാൻ ലിറാറിൻ്റെ ഒരു അഭിപ്രായം എടുത്താൽ അതിനു കൂടി പ്രതികരിക്കാൻ ഡോക്ടർ PJ വിൻസെൻറ്റിന് സാധിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ലിറാറിലേക്കൊന്ന് പോയിട്ട് വിൻസെൻറ്റിലേക്ക് വരാം. ലിറാർ, നോക്കൂ, ഈ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, ഏറ്റവും വലിയ രീതിയിൽ ഗൾഫിനെയോ ആഗോളതലത്തിലോ ഒക്കെ കാര്യങ്ങളെ ബാധിക്കാൻ പോകുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് അടയുന്നൊരു സാഹചര്യം വന്നാൽ ആണെന്നാണ്. ഈ യുദ്ധം അത്തരത്തിലൊരു ഘട്ടത്തിലേക്ക് നീങ്ങും എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് യുദ്ധം എങ്ങനെയൊക്കെ പോയാൽ ഏതൊക്കെ രീതിയിൽ കേരളത്തെ ബാധിക്കും, നമ്മുടെ മലയാളികളുടെ സാമ്പത്തിക കാര്യങ്ങളിലൊരു പ്രശ്നമുണ്ടാക്കും, ആഗോളതലത്തിലൊരു സാമ്പത്തികമായി ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു ഘട്ടം എങ്ങനെ ഉണ്ടാകും എന്നാണ് താങ്കൾ കാണുന്നത്? തീർച്ചയായും നേരത്തെ വിൻസെൻ്റ് മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഹോർമൂസ് കടലെടുക്ക് ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖലയാണ്. കാര്യം ഈ ഇറാൻ മാത്രമല്ല അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഗൾഫ് മേഖലയിലെ പ്രധാനപ്പെട്ട ഓയിൽ പ്രൊഡ്യൂസേഴ്സ്, സൗദി അറേബ്യ ആയിക്കോട്ടെ, ഖത്തർ, ബഹ്റൈൻ, അതേപോലെ UAE, കുവൈത്ത് പോലത്തെ ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളും അവരുടെ ഓയിൽ ഷിപ്മെൻറ്റ്, എക്സ്പോർട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാരിടൈം ട്രേഡ് റൂട്ടാണ്. ഒരു കടൽ മാർഗത്തിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിൻ്റെ പ്രധാനപ്പെട്ട റൂട്ടാണ് ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴി. അതിൻ്റെ ഒരു കൺട്രോൾ, അത് നമുക്കറിയാം, അതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ UAEയുടെയും അതേപോലെ ഇറാൻ്റെയും ഒരു ഇടയിൽ വരുന്ന ഒരു വാട്ടർ ബോഡിയാണത്. അപ്പം അതുവഴിയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുക എന്ന് പറഞ്ഞാൽ, നേരത്തെ വിൻസെൻ്റ് മാഷ് സൂചിപ്പിച്ചു, ആഗോള ചരക്ക് നീക്കത്തിന് പ്രത്യേകിച്ച് ഓയിൽ ട്രേഡിൻ്റെ 20% വരുന്നൊരു ഭാഗമാണ് ആക്ച്വലി അതുവഴി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ട്രേഡ് റൂട്ടിന് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ, പ്രത്യേകിച്ച് എനർജി സെക്യൂരിറ്റി, ഈ മേഖലയെ അവരുടെ എനർജി സെക്യൂരിറ്റിക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ, മേഖല മുഴുവൻ, ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളെല്ലാം അത് സ്വാഭാവികമായിട്ടും ബാധിക്കും, ഒരു തർക്കവുമില്ല. അപ്പം സ്വാഭാവികമായിട്ടും അത് എന്താണ്, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി അത് അവർ നേരത്തെ പല കോണ്ടക്സ്റ്റുകളിലായിട്ട് അവർ വാൺ ചെയ്ത കാര്യമാണ്. അവർ ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കും, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് അവർ പലപ്പോഴും വാൺ ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടാർഗറ്റാണ്, അല്ലെങ്കിൽ അതിന് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത്. അത് ഒരു പക്ഷേ അവർ ചെയ്തിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര ഒരു മാർക്കറ്റിനെയും എനർജി സെക്യൂരിറ്റിയെയും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന രാഷ്ട്രങ്ങളെല്ലാം അത് സ്വാഭാവികമായിട്ടും ബാധിക്കും. ഇനി കേരളവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, നമുക്കറിയാം ഒരുപാട് ഇന്ത്യൻ ഡയസ്പോറ ഏറ്റവും കൂടുതലുള്ള പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ, GCC കൺട്രീസ്, സൗദി അറേബ്യ അടക്കമുള്ള ഏതാണ്ട് എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും ഇന്ത്യക്കാരുടെ സാന്നിധ്യം നമുക്കറിയാം. അപ്പോൾ അതിൽ തന്നെ നല്ലൊരു ശതമാനം മലയാളികളാണ്. ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വിൻസെൻ്റ് മാഷ് നമ്മളൊരു രണ്ടാമത്തെ ഒരു വീട് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഗൾഫ് രാഷ്ട്രങ്ങൾ, ദുബായ് അടക്കമുള്ള UAE പോലത്തെ പ്രധാന രാഷ്ട്രങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ രാഷ്ട്രങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇതുവരെ നമ്മൾ അത് വാക്കിലെങ്കിൽ പ്രഖ്യാപനത്തിൽ മാത്രം കേട്ടൊരു സംഭവമായിരുന്നു ഇറാൻ്റെ ഭാഗത്തുനിന്ന്. അതായത് എന്തെങ്കിലും ഇറാന് സംഭവിച്ചാൽ അമേരിക്കൻ താവളങ്ങൾ ഞങ്ങൾ ആക്രമിക്കുമെന്നുള്ള വർഷങ്ങളായിട്ട് നമ്മൾ കേട്ട് മാത്രം പരിചയമുള്ള ഒരു പ്രസ്താവനയായിരുന്നു. ഇപ്പോൾ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ യുദ്ധം ഡയറക്റ്റായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഈ പറഞ്ഞ മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നേരത്തെ എനർജി സെക്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ മേഖലയിൽ നയിക്കുന്ന റെമിറ്റൻസസ്, പണം, നേരത്തെ മണി ഓർഡറിൻ്റെ കാര്യം പറഞ്ഞു. കേരള എക്കോണമി എന്ന് പറഞ്ഞാൽ കേരള എക്കോണമിയുടെ ഒരു നെടുന്തൂൺ കൃത്യമായിട്ടും റെമിറ്റൻസസ് ആണ്. ഈ
ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് അടക്കമുള്ള മലയാളികൾ അയക്കുന്ന പണം തന്നെയാണ്. അത് ഒരുപക്ഷെ നമ്മളെ GDP-യുടെ അറൗണ്ട് 30% വരെ വരുമെന്നാണ് പല കണക്കുകളും CDS അടക്കമുള്ള സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ പല പഠനങ്ങളിലൊക്കെ പറയുന്നത്. അപ്പം കേരളത്തിൻ്റെ GDP ഇത്ര അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മേഖല, അവിടെ നിന്ന് അയക്കുന്ന പണം ഇത്രയും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലയ്ക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള വാർ മൂലമുള്ള പ്രതിസന്ധികൾ വന്നാൽ സ്വാഭാവികമായിട്ടും അത് മലയാളികളെ ബാധിക്കും, സ്വാഭാവികമായിട്ടും അത് ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളെ ബാധിക്കും. ഇനി ഈ റെമിറ്റൻസസിൻ്റെ കേസിൽ മാത്രമല്ല, നേരത്തെ ഹോർമൂസ് കടലെടുക്കിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് കൂടും. അപ്പോൾ അതും ഇന്ത്യ അടക്കമുള്ള ഇമ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങളിൽ ബാധിക്കാമെന്ന് നമുക്കറിയാം. നമ്മുടെ ഒരു എനർജി സെക്യൂരിറ്റി എന്നുള്ള 80% നമ്മൾ ഫോറിൻ കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്, ഈ പറഞ്ഞ ഓയിലിനും അതേപോലെ നാച്ചുറൽ ഗ്യാസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തൊരു മേഖല എന്ന രീതിയിൽ ആ മേഖലയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് ഓയിൽ പ്രൈസിന് വരുന്ന മാറ്റങ്ങൾ നമ്മളെയും സ്വാഭാവികമായിട്ടും ബാധിക്കും. അപ്പോൾ ഇന്ത്യ ഇതിൽ നിലപാട് ഓൾറെഡി വ്യക്തമാക്കി കഴിഞ്ഞു തന്നെ മനസ്സിലാക്കുന്നത്. രാഷ്ട്രങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കണമെന്നുള്ള പ്രസ്താവന അത് വളരെ വിലയേറിയ പ്രസ്താവന തന്നെയാണ്. കാര്യം ഇതിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ഇറാൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും അവിടെ ഒരു ബോംബാക്രമണം നടത്തുന്നു. ഇറാൻ അതിന് തിരിച്ചടിയായിട്ട് ഗൾഫ് മേഖലയിൽ പ്രത്യാക്രമണം നടത്തുന്നു. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലേക്ക് ഒരു മിസൈൽ അയക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു കോൺടാക്റ്റിൽ പോസിബിൾ അല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അമേരിക്കൻ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന രാഷ്ട്രങ്ങൾ എന്നുള്ള രീതിയിൽ ഗൾഫ് രാഷ്ട്രങ്ങളെയും അതേപോലെ ഇസ്രായേലെയും പക്ഷെ അത്തരം ഒരു പ്രസ്താവന കൊണ്ട് മാത്രം കാര്യങ്ങളായോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഡോക്ടർ നിറാർ. കാരണം ഇത്തരം ഒരു പ്രസ്താവന കൊണ്ട് മാത്രമായോ ഇടപെടാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇല്ലേ? പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചകളിലാണ് നമ്മൾ ചർച്ച ചെയ്തത് ട്രംപ് ഈ താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എടുത്ത നിലപാടുകളിൽ ഇന്ത്യ എടുത്ത നിലപാട് എന്താണ്, ഇന്ത്യക്ക് അതുവഴി എന്തുമാത്രം ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ചില മറു സാങ്ഷൻസ് അങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് അമേരിക്കയും ബാധിക്കുമല്ലോ, അല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ടാണെങ്കിൽ കൂടി നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരില്ലേ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ വരുന്നത് അവിടെയാണ്. അത്തരം നിലപാടുകൾ ഉണ്ടാകുമോ? പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ആണ് പ്രതികരിക്കാൻ പോകുന്നത്? ഇനി നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇത്തരത്തിൽ സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുമ്പോൾ അതിൽ രാജ്യം എന്ത് നിലപാടെടുക്കും? പ്രവാസികൾക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് രാജ്യം എടുക്കാൻ പോകുന്ന നിലപാട്? ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ദീർഘവീക്ഷണത്തോടുകൂടി അടിയന്തരമായി ഇടപെടേണ്ട ഒരു ഘട്ടം കൂടിയാണ്. കാരണം നാളെ ജോലിക്ക് ചേരേണ്ട ആളുകൾക്ക് ഇന്ന് ജോലിക്ക് എത്താൻ ഇവിടെ നിന്ന് വിമാനം കയറാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള അനേകം ആളുകളുണ്ട് ഇവിടെയൊക്കെ, അവരെയൊക്കെ ബാധിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അവിടെയൊക്കെ എന്താണ് സംഭവിക്കുക, രാജ്യത്തിന് എന്ത് നിലപാടാണ് എടുക്കേണ്ടി വരിക എന്നുകൂടി ഡോക്ടർ വിൻസെൻറ്റിൽ നിന്നാണ് ഞാൻ ആ കാര്യത്തിൽ ഈ ചർച്ച അവസാനിക്കുമ്പോൾ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ വിൻസെൻ്റ്, ഇനിയുള്ള ദിവസങ്ങൾ യുദ്ധത്തിൻ്റെ ചർച്ചകൾക്കായി മാറ്റിവെക്കാൻ പോകുന്ന ഒരു വലിയ യുദ്ധം അതാണ്. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഇറാൻ്റെ ഒരു പ്രതിരോധ നയത്തിൻ്റെ കാതൽ എന്നത് ഡെറ്ററൻസ് ബൈ പണിഷ്മെൻറ്റ് എന്നുള്ളതാണ്. ശിക്ഷിച്ചുകൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാന് വിരുദ്ധമായിട്ടാണ് വരുന്നത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അവിടെ ഒരു സ്കൂളിൽ ഇസ്രായേലിൻ്റെ മിസൈൽ പതിച്ച് 25 കുട്ടികൾ മരിച്ചു എന്നുള്ളതായിരുന്നു ഇതിനു മുമ്പ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അത് 85 മാറി. അപ്പോൾ ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കിട്ടുന്നില്ല. ഇറാൻ അയച്ച ഡ്രോണുകളും അതുപോലെ മിസൈലുകളും പ്രധാനപ്പെട്ട ഗൾഫ് നഗരങ്ങളിൽ പതിച്ചു. അത് അബുദാബി, ദുബായ്, അതുപോലെ മനാമ, ദോഹ, റിയാദ് ഇവിടെയെല്ലാം പതിച്ചു. അപ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ അവിടേക്ക് മാറി. നമ്മളുടെ ചർച്ചയും ഇതിനെ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളെ ഞങ്ങൾ ആക്രമിക്കും എന്നുള്ളത് ഇറാൻ്റെ ഒരു പോളിസിയാണ്. അവിടെയുള്ള സൈനിക താവളങ്ങളെ ആക്രമിക്കും എന്നുള്ളതാണ് ഭാഷ്യമെങ്കിലും ഈ സൈനിക താവളങ്ങളെ വഹിക്കുന്ന ഗൾഫ് രാജ്യങ്ങളും ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അതൊരു പണിഷ്മെൻറ്റാണ്. അപ്പോൾ ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ
അത് അമേരിക്കയെ മാത്രമല്ല, അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഗൾഫ് രാജ്യങ്ങളെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ വഹിക്കുന്ന അറബ് സമ്പന്ന രാജ്യങ്ങളെയും ഞങ്ങൾ ലക്ഷ്യം വയ്ക്കും എന്നുള്ളത് ഇറാൻ്റെ പോളിസിയുടെ ഭാഗമാണ്. അതാണ് ഡെറ്ററൻസ് ബൈ പണിഷ്മെൻറ്റ് എന്ന നയം. ആ നയത്തിൻ്റെ ഭാഗമായി ഇറാൻ ഈ മേഖലയെ ആക്രമിച്ചു എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ വന്നതോടുകൂടി ഇപ്പോഴത്തെ ചർച്ചയുടെ കേന്ദ്രമായിട്ട് ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങൾ മാറുകയും എത്രമാത്രം നാശനഷ്ടം ഇപ്പോൾ ഇറാനിലുണ്ടായി ഇസ്രായേലിൻ്റെ എയർ സ്ട്രൈക്കിലൂടെ, അല്ലെങ്കിൽ അമേരിക്കയുടെ ആക്രമണം കൂടുതൽ ഉണ്ടായിട്ടുണ്ടോ, ഇറാനിൽ എന്ത് സംഭവിക്കുന്നു, അവിടെ ഒരുപക്ഷെ നമുക്ക് കിട്ടുന്ന ചില ചിത്രങ്ങളൊക്കെ കാണിക്കുന്നത് അയത്തുള്ള അലി ഖമൈനിയുടെ കൊട്ടാരമെല്ലാം ചാരമായി മാറി. അപ്പോൾ കൂടുതൽ ആക്രമണങ്ങൾ ഒരുപക്ഷെ ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ ആ രാജ്യത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ എന്താണ് എന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. മറിച്ച് ഈ യുദ്ധത്തെ ഗൾഫ് മേഖലയിലേക്ക് വ്യാപിപ്പിക്കുക വഴി ചർച്ചയുടെ ഒരു ദിശ മാറിപ്പോയി എന്ന് വേണം കരുതാൻ. ഏതായാലും യുദ്ധം പുതിയ മാനങ്ങളിലേക്ക് വികസിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒമാൻ്റെ പ്രതിഷേധമോ അതല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ ചേർന്നിട്ടൊരു പ്രമേയം പാസ്സാക്കിയാലോ ഈ സംഘർഷം അവസാനിക്കാൻ പോകുന്നില്ല. നിലവിൽ അമേരിക്കയ്ക്ക് ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറിയിട്ടുണ്ട്. ഇറാനിൽ റെഷീം ചേഞ്ച് ഉണ്ടായില്ല എങ്കിൽ ഒരു സൂപ്പർ പവർ എന്ന നിലയിൽ അമേരിക്കയ്ക്ക് ഇനി നിൽക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ട്രംപിൻ്റെ ഒരു ശക്തിയും അദ്ദേഹത്തിൻ്റെ ആധികാരികതയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഒരു തരത്തിൽ ഭരണമാറ്റം ഉണ്ടാക്കാതെ പിന്മാറാൻ പറ്റില്ല എന്നുള്ള ഒരു കുടുക്കിലേക്ക് യഥാർത്ഥത്തിൽ അമേരിക്കയും ചെന്നുപെട്ടിരിക്കുന്നു എന്നതൊരു വാസ്തവമാണ്. അതുകൊണ്ട് വ്യത്യസ്തമായ തലങ്ങളിൽ നിന്ന് പരിശോധിക്കുമ്പോഴും ഒരു ശക്തമായൊരു യുദ്ധം ഒരുപക്ഷെ ദീർഘകാലത്തേക്ക് നീണ്ടു നിന്നേക്കാം. അത്തരമൊരു സംഘർഷത്തിൻ്റെ സാധ്യത തന്നെയാണ് നമ്മൾ മുന്നിൽ തുറന്നു കാണുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇടപെടുക എന്നല്ലാതെ മറ്റൊരു ബദലും ഇതിനില്ല, മറ്റൊരു ആൾട്ടർനേറ്റീവുമില്ല. ഇറാനുമായിട്ടും അടുത്ത ബന്ധമുള്ള രാജ്യമാണ് ഭാരതം. നമ്മളവിടെ ചബഹാർ തുറമുഖം ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മളാണ്. പുതിയതായിട്ട് ആ കരാർ പുതുക്കാൻ സാധ്യതയില്ല എങ്കിൽ കൂടി. അപ്പോൾ ഈ സിവിലൈസേഷണൽ റിലേഷൻസും നമുക്ക് ആ രാജ്യമുണ്ട്. സാംസ്കാരികമായ പാരസ്പരിക ബന്ധവും ഇറാനുമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുക, ഗൾഫ് മേഖലയും ഇറാനും സ്ഥിരത നേടുക എന്നത് മാത്രമാണ് മേഖലയുടെ വികസനത്തിനും ഇന്ത്യ അടക്കമുള്ള വികസ്വര രാജ്യങ്ങളുടെ, സൗത്ത് ബ്ലോക്ക് രാജ്യങ്ങളുടെയൊക്കെ താല്പര്യങ്ങൾക്കും ഗുണകരമായിട്ടുള്ളത്. ആ ദിശയിൽ ആയിരിക്കും ഇനി കാര്യങ്ങൾ മുന്നേറുക എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരം വെച്ചിട്ട് അവിടെ ഭരണമാറ്റത്തിലേക്ക് പോകുന്ന രീതിയിൽ മാരകമായ ആക്രമണങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും തയ്യാറെടുക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഈ ഒരു സംഘർഷത്തിൻ്റെ ഏറ്റവും സങ്കടകരമായ തലവും എന്നതാണ് ഇപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം. ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക? യുദ്ധത്തിൽ ആൾനാശം ഉണ്ടാകുന്നതിൽ വിഷമിക്കേണ്ട നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടും ആ ചർച്ചയിലേക്ക് പോകാത്തതിലെ നമ്മുടെ ഒരു അവസ്ഥയെ ചൂണ്ടിക്കാട്ടുക കൂടി ചെയ്തു വിദേശകാര്യ വിദഗ്ധൻ കൂടിയായ ഡോക്ടർ PJ വിൻസെൻ്റ്. അത് നമ്മുടെ മനസ്സ് തുറക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ ഈ ആദ്യത്തെ ദിവസം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു യുദ്ധത്തിലേക്ക് ഇപ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന പശ്ചിമേഷ്യയിൽ നമ്മൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടം, ഗൾഫ് മേഖലയിൽ കേരളത്തിന് ഉൾപ്പെടെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു യുദ്ധം തുറക്കപ്പെട്ടിരിക്കുമ്പോൾ അവിടെ കുട്ടികൾ കൊല്ലപ്പെട്ടിട്ട് അതിൻ്റെ പേരിൽ വേദനിക്കുന്ന കാര്യത്തിൽ നമ്മുടെ രാജ്യം നമ്മൾ ഉൾപ്പെടെ മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് പ്രതികരിച്ചോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിപ്പിച്ചാണ് ഇന്നത്തെ ചർച്ച നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ അവിടെ ഇറാനിൽ ഒരു റെഷീം ചേഞ്ച് എന്നുള്ള തരത്തിലേക്ക് അമേരിക്ക എഴുതി വെച്ച സ്ക്രിപ്റ്റിന് ഒപ്പം ലോകം നിന്നു കൊടുക്കുമോ എന്നുകൂടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണോ നമ്മൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നത്? അതോ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ മൂല്യങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ട് ലോകം ഒരു പുതിയ നേതാവിൻ്റെ മുമ്പിൽ, ഒരു പുതിയ രാജ്യം നേതാവാകുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇന്ത്യ ഒരു ഘട്ടത്തിൽ എടുത്ത ആ തീരുമാനത്തിലേക്ക് വീണ്ടും ഇന്ത്യ തന്നെ അങ്ങനെ എത്തിച്ചേരുമോ? അല്ലാതെ പുതിയൊരു നേതാവ് ഉണ്ടാകുമോ? ഈ പുതിയ ലോകക്രമത്തിനായി ആ വാദം ഉണ്ടാകുമോ എന്നുകൂടി നമുക്ക് വാദിക്കാം, നമുക്ക് നോക്കാം, നിരീക്ഷിക്കാം അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ. എന്തായാലും ഇന്നത്തെ ഈ രാത്രിയിൽ നമുക്ക് ഉറക്കമില്ല. എത്രയോ കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്ന, ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ നിലവിളിക്കുന്ന ആ നിലവിളി, അത് ഇറാനിലാണെങ്കിലും ഇപ്പുറത്ത് ഉള്ള രാജ്യങ്ങളിലാണെങ്കിലും ഒക്കെ
അത് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുന്നതിൻ്റെ വേദനയോടുകൂടി നമുക്ക് ഈ രാത്രി ഉറങ്ങാതിരിക്കാം എന്ന് മാത്രം പറയുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ വിൻസെൻ്റ്, ഡോക്ടർ ലിറാർ, ഡോക്ടർ ഷിനാസ് എന്നിവർക്ക് നന്ദി പറയുന്നു.